ഇങ്ങനെ നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുന്ന മഴക്കാലത്ത് കാണാൻ പറ്റിയ ഒരു ഗംഭീര മിസ്റ്ററി ടൈം ലൂപ്പ് സിനിമയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. കാഡോ എന്ന പേരുള്ള കായലിൽ ഒരു 8 വയസ്സുകാരിയായിട്ടുള്ള അന്ന കാണാതാവുന്നു. തുടർന്ന് അവളെ അന്വേഷിച്ച് ഒരു സൈഡിൽ പോലീസും മറ്റേ സൈഡിൽ അവളുടെ കുടുംബം ഇറങ്ങിത്തിരിക്കുന്നു. പിന്നീട് അവർക്ക് എന്ത് സംഭവിച്ചു, ആ കുട്ടിയെ കണ്ടെത്തിയോ ഇല്ലയോ, അത് മാത്രമല്ല കാഡോയിലേക്കും ആ കായലിനെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന കാടുകളും നിഗൂഢതകൾക്ക് ഒരു പഞ്ഞും ഇല്ലാത്ത ഒരു ഇടമായിട്ട് അത് പിന്നീട് മാറുകയാണ്. ആദ്യമൊക്കെ ഒരു പതിഞ്ഞ താളത്തിൽ ഇതിങ്ങനെ പോയി എന്ന് പറഞ്ഞാൽ പോലും വൺസ് ആ ഗിയർ മാറ്റി വിഷയത്തിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നൊരു പോക്കാണ്. കാണുന്ന പ്രേക്ഷകനെ സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ വിടാത്ത രീതിയിൽ നമ്മളെ പിടിച്ചിരുത്തും. സ്ക്രീൻ പ്ലേ ആണെങ്കിലും വിഷ്വൽ ആണെങ്കിലും സൗണ്ട് ആണെങ്കിലും അഭിനയിച്ച ആളുകളാണെങ്കിലും എന്നിങ്ങനെ എല്ലാ സൈഡ് കൊണ്ടും ഒരു കംപ്ലീറ്റ് ഇമ്മേഴ്സീവ് സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഇത് സമ്മാനിക്കുന്നുണ്ട്. ഒരുപാട് പേര് ഒരുപക്ഷെ ഈ ഒരു സിനിമ ഇതിനു മുമ്പേ കണ്ടിട്ടുണ്ടാവാം. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു നരേഷൻ കേൾക്കാതെ നിങ്ങൾക്ക് നേരെ ആ ഒരു എൻഡിങ് എക്സ്പ്ലനേഷനും ആ ഒരു ഫാമിലി ട്രീയും ഇതിനുള്ള നടക്കുന്ന പരിപാടികളെല്ലാം എന്നാൽ സാധിക്കുന്ന പോലെ ഞാൻ അത്യാവശ്യം വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ കണ്ടു നോക്കുക, അധികം പറഞ്ഞ് നീട്ടുന്നില്ല. ദിസ് സിനിമ സ്ട്രെല്ലർ ആൻഡ് വി ഗോണ ടോക്ക് അബൌട്ട് കാഡോ ലേക്ക്. പടത്തിന് സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ നമ്മുടെ നായകനായിട്ടുള്ള പാരിസിനെയാണ് കാണിക്കുന്നത്. അവനും അവൻ്റെ അമ്മയും ഇപ്പോൾ ഒരു ആക്സിഡന്റിൽ പെട്ടിരിക്കുക. രണ്ടുപേരും വീടിൻ്റെ അടുത്തുണ്ടായിരുന്ന ഡാമിന്റെ മുകളിൽ കൂടെ കാർ ഓടിച്ച് വരുന്ന സമയത്ത് പാരിസിന്റെ അമ്മയ്ക്ക് പെട്ടെന്ന് സീഷർ വന്ന് കാർ കൺട്രോൾ വിട്ട് നേരെ ഈ ഒരു ഡാമിലേക്ക് വീഴായത്. പാരിസും അവൻ്റെ അമ്മയുടെ സീറ്റ് ബെൽറ്റ് അഴിച്ച് അമ്മയെ രക്ഷപ്പെടുത്താൻ നോക്കുന്നുണ്ട്. അവർക്ക് ഇപ്പോഴും സീഷർ വന്നുകൊണ്ടിരിക്കുക. അവൻ എത്ര നോക്കിയിട്ടും അവൻ്റെ അമ്മയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ അവന് സാധിക്കുന്നില്ല. ഇവിടെ നിന്നാണ് പടത്തിന്റെ ടൈറ്റിലിട്ട് കാര്യങ്ങൾ തുടങ്ങുന്നത്. പാരിസിന്റെ അമ്മ മരിച്ച് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി. അമ്മ മരിച്ചതിന് ശേഷം ഇവൻ ഒട്ടും ഓക്കെ അല്ല. കാരണം അമ്മ ഇവനെ രക്ഷിക്കാൻ പറ്റിയില്ലോ എന്ന് പറഞ്ഞ ഒരു ഗിൽറ്റ് കാരണം തന്നെ അവൻ്റെ ലൈഫ് തന്നെ സ്പോയിൽ ചെയ്തുകൊണ്ടിരിക്കുക. വേറെ ജോലിക്ക് പോകാതെ കിട്ടിയ ജോലിയും ചെയ്ത് അവൻ ആ സ്ഥലത്ത് തന്നെ ഇങ്ങനെ കറങ്ങുക. ഇവരുടെ സ്ഥലത്തിന്റെ അടുത്തായിട്ട് ഒരു ലേക്ക് ഉണ്ട്, പേര് കാഡോ ലേക്ക്. ഈ ലേക്കിന്റെ അപ്പുറത്തായിട്ട് വലിയൊരു ഡാം അവർ കെട്ടിയിട്ടുണ്ട്. ഇപ്പൊ ആ ഒരു ഡാമിന്റെ മുകളിൽ കൂടെ വലിയൊരു ഓവർ ബ്രിഡ്ജ് പോലെ വലിയൊരു പാലവും കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പാരിസിന്റെ മെയിൻ ജോലി എന്ന് പറയുന്നത് ഈ ഒരു ലേക്കിലുള്ള സ്ക്രാപ്പും ജങ്കായിട്ടുള്ള സാധനങ്ങളും വേസ്റ്റ് ഒക്കെ അവിടെ നിന്ന് റിമൂവ് ചെയ്ത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ജോലി എടുത്തവൻ തിരിച്ച് ഓഫീസിൽ വരുമ്പോഴാണ് ഇവന്റെ അച്ഛൻ നിനക്ക് തന്നെ ആ ഒരു ഫ്യൂണറൽ ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത്. ശരി, ഓക്കെ എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ കാറിൽ ഡ്രൈവ് ചെയ്ത് പോവുക. ഇവർക്ക് പരിചയമുള്ള ഒരാളാണ് മരിച്ചേക്കുന്നത്. അങ്ങനെ ഇവർ ആ ഒരു സ്ഥലത്തിലോട്ട് പോകുന്ന സമയത്ത് ഇവന്റെ അച്ഛൻ ഒരു കാര്യം പറയുന്നുണ്ട്. പുള്ളി പറഞ്ഞാലേ കാര്യം നമുക്കിപ്പോൾ മനസ്സിലാവത്തില്ല, പിന്നീടേ മനസ്സിലാവത്തുള്ളൂ. ദെൻ പാരിസ് അച്ഛനോട്, അല്ല അവളുടെ മുത്തശ്ശനല്ലേ, അവൾ വരത്തില്ലേ? അറിയില്ല, അവൾ ഇവിടെ വിട്ട് പോയിട്ട് കുറേ ആയില്ലേ, വരുമായിരിക്കും, അറിയത്തില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരിസിന്റെ ഗേൾഫ്രണ്ട് മുത്തശ്ശനാണ് ഈ മരിച്ചേക്കുന്നത്. ഗേൾഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ല, എക്സ് ഗേൾഫ്രണ്ട്. അവർ രണ്ടുപേരും നല്ല റിലേഷൻഷിപ്പിലായിരുന്നു. പക്ഷെ അമ്മയുടെ മരണശേഷം ഇവനങ്ങ് ഭയങ്കര ഡെസ്പായി മാറി. അവന്റെ റിലേഷൻഷിപ്പിൽ അവന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ അവർ ബ്രേക്കപ്പ് ചെയ്യുമായിരുന്നു. പാരിസ് അറ്റ്ലീസ്റ്റ് നിനക്ക് എൻ്റെ കൂടെ എന്ന് വന്ന് എല്ലാവരും മുഖമെങ്കിലും കാണിച്ചിട്ട് പോക്കൂടെ? അവിടെയുള്ള പലരും നിന്നെ അവസാനമായിട്ട് കണ്ടിരിക്കുന്നത് നിന്റെ അമ്മയുടെ ചടങ്ങിനാണ്. നീ ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്നത് ഒട്ടും ശരിയാവത്തില്ല പാരിസ്. പക്ഷെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ടും അവൻ അങ്ങോട്ട് ചെല്ലുന്നില്ല. ശരി, ഞാൻ പറയേണ്ടത് പറഞ്ഞു. പിന്നെ ഞായറാഴ്ച എനിക്കൊരു ക്ലിനിക്കൽ അപ്പോയിൻമെന്റ് ഉണ്ട്, ഞാൻ തന്നെ പോക്കോളാം, കുഴപ്പമില്ല എന്നും പറഞ്ഞ് അച്ഛൻ അവിടെ നിന്ന് പോവാം. അപ്പോൾ ഇവന്റെ അച്ഛനും എന്തോ ഒരു ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ഉണ്ട്. ഇവൻ വണ്ടി തന്നെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൂരത്തായിട്ട് ഇവന്റെ ഗേൾഫ്രണ്ടിനെ കാണുന്നുണ്ട്. അവളെയും കുറച്ചു നേരം നോക്കിയിട്ട് അവൻ അവിടെ നിന്ന് പോവുക. അവളെ എങ്ങനെ ഫേസ് ചെയ്യും എന്ന് ഓർത്തിട്ടാണ് ഇവൻ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത്. കാരണം ഇവന്റെ ഭാഗത്ത് തെറ്റുന്ന ഇവന് നല്ല ബോധ്യം ഉള്ളതുകൊണ്ട്. അവിടെ കേട്ടതിൽ അടുത്ത ഷോട്ടിൽ നമ്മൾ എല്ലിയാണ് കാണുന്നത്. കൂടെയുള്ളത് എല്ലിയുടെ അനീതി ആയിട്ടുള്ള ആന. അനീതി എന്ന് പറഞ്ഞാൽ ശരിക്കും അനീതിയല്ല, പകരം സ്റ്റെപ്പ് സിസ്റ്റർ ആണ്. എല്ലിയും അവളുടെ അമ്മയും തമ്മിൽ നല്ല അടുപ്പത്തിലല്ല, അവർ തമ്മിൽ സ്ഥിരം പ്രശ്നമാണ്. എല്ലിയുടെ മരിച്ചുപോയി എന്ന് പറയപ്പെടുന്ന ശരിക്കുള്ള അച്ഛന്റെ പേരും പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ മാസം വഴക്കുണ്ടാക്കി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാതെ ഇപ്പോഴവൾ തിരിച്ച് വീട്ടിലോട്ട് ചെല്ലുന്നത്. ഇവൾ ഇത്രയും നാളും ഇവളുടെ ഒരു കൂട്ടുകാരുടെ വീട്ടിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഇവൾ തിരിച്ച് വീട്ടിലോട്ട് ചെല്ലുന്നത്. അങ്ങനെ അനീതിയായിട്ടുള്ള അന്നേനെ കൂട്ടിക്കൊണ്ട് സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ഇവൾ തിരിച്ച് വീട്ടിലോട്ട് പോവുക. ഞാൻ പറഞ്ഞില്ല, സ്ഥലം മൊത്തം ലേക്കാണ്, അതുകൊണ്ട് തന്നെ ബോട്ടിൽ വേണം പോകാൻ. അങ്ങനെ ഇവർ ബോട്ടിൽ പോകുന്ന സമയത്ത് അന്നയുടെ ഒരു കൂട്ടുകാരി അവിടെ അറ്റത്ത് നിന്ന് കൈ കാണിക്കുന്നുണ്ട്, ഇവൾ തിരിച്ചും കാണിക്കുന്നു. ഈ സീൻ നിങ്ങൾ നോട്ട് ചെയ്തോ? ഇതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്, അത് ഞാൻ ലാസ്റ്റിലേക്ക് വരാം. എന്നിട്ട് കൂട്ടുകാരി കൈ കാണിച്ച ശേഷം അന്ന എല്ലിയോട്, ചേച്ചിക്ക് ഒരു കാര്യം അറിയോ, അവളില്ലേ, അവൾ എന്നോട് ഒരു കാര്യം പറഞ്ഞായിരുന്നു. അവൾ ഈ ലേക്കിന്റെ അടുത്തായിട്ട് ചെന്നായ്കളെ കണ്ടു എന്ന് എന്നോട് പറഞ്ഞു. അത് സത്യമാണോ അല്ലയോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ അവൾ എന്നോട് അങ്ങനെ പറഞ്ഞായിരുന്നു. സത്യം പറഞ്ഞ ഈ സ്ഥലങ്ങളിൽ വോൾസ് ഒക്കെ ഉണ്ടായിരുന്നു, ചെന്നായ്കളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ വർഷങ്ങൾക്ക് മുമ്പായിരുന്നത്. അതൊക്കെ വംശനാശം വന്ന് പോയിട്ട് ഇപ്പൊ ഒന്നും തന്നെ ഇല്ല. സോ അവൾ വെറുതെ നുണ പറയായിരിക്കും എന്ന് പറഞ്ഞ് എല്ലി അതും വലുതായിട്ട് മൈൻഡ് ചെയ്യുന്നില്ല. അന്നെന്നാ നീ ഓടിക്കുക എന്ന് പറഞ്ഞിട്ട് എല്ലി അന്നെ ബോട്ട് ഓടിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ അന്നയ്ക്ക് ഒറ്റയ്ക്ക് ബോട്ട് ഓടിച്ച് പോകാൻ പറ്റുന്ന സ്റ്റേജ് വരെയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും തിരിച്ച് വീട്ടിലോട്ട് വന്ന് നോക്കുന്ന സമയത്ത് അവിടെയാണെങ്കിൽ എന്തോ ഒരു കൂട്ടം പോലെ പിള്ളേരിങ്ങനെ ചുറ്റും കൂട്ടമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ വേഗം തന്നെ ബോട്ട് അവിടെ കെട്ടിയിട്ട് എല്ലി അവിടെ ചെന്ന് നോക്കുമ്പോൾ വലിയൊരു മുതല, അത് പക്ഷേ തുണ്ടപ്പെട്ട രീതിയിൽ ആരും ഒരു കൂർത്ത കത്തി വെച്ച് അതിനെ വെട്ടി കൊന്ന പോലെയുണ്ട്. പിള്ളേര് പറയുന്നത് ഇവിടെയുള്ള അങ്കിള് അവിടെ ലേക്കിൽ നിന്ന് കണ്ടുപിടിച്ചതാണ് എന്ന്. പക്ഷെ ഇതിനെ ആരായിരിക്കും ഇങ്ങനെ വെട്ടിയത് എന്ന് ഓർത്തിട്ട് എല്ലിക്ക് ഒന്നും പിടി കിട്ടുന്നില്ല. എല്ലി അപ്പം തന്നെ ഈ സാധനത്തിനെ പിള്ളേരുടെ അടുത്ത് നിന്ന് മാറ്റി നേരെ ഒരു ലേക്കിലോട്ട് തന്നെ ഇടുന്നു. അവിടെ കെട്ടിയത് നമ്മൾ വീണ്ടും പാരിസിനെയാണ് കാണുന്നത്. അവൻ ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഫൈനലി ഡോക്ടറും വെളിയിലോട്ട് വരുന്നു. പക്ഷെ പാരിസിനെ കണ്ടതും അയാളാണെങ്കിൽ നിൽക്കുന്നൊന്നുമില്ല, അയാൾ വിട്ടുപോവുക. ഒരു ഡോക്ടറിനെ ഇങ്ങനെ വെറുപ്പിക്കാൻ മാത്രം ഇവൻ എന്താ ചെയ്തതെന്നല്ലേ? ഡോക്ടർ എന്റെ അമ്മയ്ക്ക് ശരിക്കും എന്തായിരുന്നു പ്രശ്നം? പാരിസ് ഇത് എത്രാമത്തെ വട്ടമാണ്? നിന്റെ അമ്മ
അമ്മയ്ക്ക് മയോകൊളോണിക് സീഷർ ആയിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അവർ ഡ്രൈവ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു സീഷർ വന്നത്. അതുകൊണ്ടാണ് ആക്സിഡന്റ് ഉണ്ടായത്. പക്ഷേ ഡോക്ടർ കഴിഞ്ഞ 6 വർഷമായിട്ട് അമ്മയ്ക്ക് ഒരു പ്രാവശ്യം പോലും ഈ സീഷർ വന്നിട്ടില്ല. പെട്ടെന്ന് എങ്ങനെ ഇത് വന്നേ? പോരാത്തതിന് അമ്മയുടെ ചെവിയിൽ നിന്ന് ബ്ലീഡിങ്ങും ഉണ്ടായിരുന്നു. ഇയർ ബ്ലീഡിങ്ങും സീഷറുമായിട്ട് ഒരു ബന്ധവുമില്ല. പിന്നെ എങ്ങനെ ഇതെല്ലാം സംഭവിച്ചു? ഇവൻ വിശ്വസിക്കുന്നത് ഇവന്റെ അമ്മ മിസ്ഡയഗ്നോസ് ചെയ്യപ്പെട്ടു എന്നാണ്. ഇവിടെ നോക്ക് പാരസ്, ഈ സീഷറും ഇങ്ങനെയുള്ള കാര്യമെല്ലാം തന്നെ ന്യൂറോ റിലേറ്റഡ് ആണ്. ബ്രെയിനിനെ പറ്റി നമുക്ക് ഇപ്പോഴും അറിയാത്തതായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. നിന്റെ അമ്മയുടെ വിഷയത്തിൽ ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള മിസ്റ്റേക്കും സംഭവിച്ചിട്ടില്ല. ഇനി നിനക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാനാണെങ്കിൽ അത് പ്രോപ്പർ ചാനലിലൂടെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വേണം. അല്ലാതെ ഇങ്ങനെ ഈ റോഡ് ബ്ലോക്ക് ചെയ്ത ഒരു സീൻ ഇനി ഉണ്ടാക്കരുത് എന്നൊരു വാണിയും കൊടുത്തിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോവുക. ടെക്നിക്കലി ഇവന്റെ ചോദ്യം വാലിഡ് ആണ്. അതായത് സീഷർ വരുന്ന ഒരാൾക്ക് എന്തുകൊണ്ട് ഇയർ ബ്ലീഡിംഗ് വരുന്നു എന്നൊരു കാര്യത്തിന് ഡോക്ടർമാർക്ക് ഉത്തരവില്ല. അത് തന്നെയാണ് ഇവന്റെ അമ്മ മിസ്ഡയഗ്നോസ് ചെയ്യപ്പെട്ടു എന്ന് ഇവൻ വിശ്വസിക്കാനുള്ള റീസൺ. അത് മാത്രമല്ല, അങ്ങനെ വല്ലതും സംഭവിച്ചാൽ ഇവന്റെ അമ്മയെ ഇവനെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ലോ എന്ന് പറയുന്ന ഒരു ഗിൽറ്റിന് എന്തെങ്കിലും ഒരു ശമനം ഇവന് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് വേണ്ടിയാണ് പാരസ് ഈ കിടന്ന് കഷ്ടപ്പെടുന്നതെല്ലാം. അമ്മ മരിച്ച് ഇത്രയായിട്ടും അവൻ അതിൽ നിന്ന് അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് ഓക്കെ ആയിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞ് അവൻ തിരിച്ച് വീട്ടിലോട്ട് വരുന്ന സമയത്ത് അവിടെ ഇവന്റെ ഗേൾ ഫ്രണ്ട് നിൽക്കുകയാണ്. ഇവളുടെ പേര് സി. കുറെ നാളുകൾക്ക് ശേഷമാണ് ഇവർ രണ്ടുപേരും കാണുന്നത്. ഇവനിപ്പോഴും അവളെ എങ്ങനെ ഫേസ് ചെയ്യണം എന്ന കാര്യം ഓർത്ത് പമ്മെന്ന് കണ്ടപ്പോൾ അവൾ തന്നെ ഐസ് ബ്രേക്ക് ചെയ്ത് വന്ന് സംസാരിക്കുന്നുണ്ട്. പണ്ട് ഇവർ പ്രേമിച്ച് നടക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേർക്കും ഒരുമിച്ച് താമസിക്കാൻ വേണ്ടി ഇവനൊരു വീടൊക്കെ കെട്ടാൻ വേണ്ടി ഒരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ കാര്യം എന്തായി, നമ്മുടെ അടുക്കള എവിടെ, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ച് അവനെ ഒന്ന് ഓക്കെ ആക്കുന്നു അവൾ. അവിടെ കെട്ടിയതിൽ അടുത്ത ഷോട്ടിൽ നമ്മുടെ അന്നക്കുട്ടിയുടെ പല്ല് കടന്ന് ആടുന്നുണ്ടായിരുന്നു. എല്ലി എന്ത് ചെയ്തു, ചേച്ചിയാണല്ലോ, അതുകൊണ്ട് നല്ല മാന്യമായിട്ട് അവളുടെ പല്ല് ഇവള് പറിച്ചെടുക്കുന്നു. ഇവരും വീട്ടിലെത്തുകയാണ്. ഫാമിലി ആയിട്ട് ഒരു ഗെറ്റ് ടുഗദർ ഒക്കെ നടക്കുന്നുണ്ട്. ഈ ഇരിക്കുന്നതാണ് ഡാനിയൽ, നമ്മുടെ അന്നയുടെ സ്വന്തം അച്ഛനും അതേപോലെ തന്നെ എല്ലിയുടെ സ്റ്റെപ്പ് ഫാദറും ഇദ്ദേഹമാണ്. അങ്ങനെ എല്ലാവരും ഇരിക്കുന്ന സമയത്താണ് അന്ന അവളുടെ പോക്കറ്റിൽ നിന്ന് ഒരു ചത്ത പൂമ്പാറ്റ എടുത്ത് മേശയിലോട്ട് വെക്കുന്നത്. അച്ഛൻ എനിക്ക് ഗോട്ട് ഐലൻഡിൽ നിന്ന് കിട്ടിയത്. അവിടെ ഒരുപാട് പൂമ്പാറ്റ ഇങ്ങനെ ചത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണുന്ന ഫാമിലിയിൽ കീത്ത് എന്ന് പറയുന്ന ഒരു സുവോളജിസ്റ്റ് ഉണ്ട്. മോൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയേ? ഇപ്പം ഇങ്ങനത്തെ പൂമ്പാറ്റ ഒന്നും കണ്ടു കിട്ടാൻ പോലും ഇല്ല. ഇതൊക്കെ ഇല്ലാതായിട്ട് വർഷങ്ങളായി. പണ്ട് ഈ റീജിയനിൽ ഉണ്ടായിരുന്നു, ഇപ്പം അതൊന്നും ഇല്ല, അത് എക്സ്റ്റെൻഡ് ആയി. അവിടെ കേട്ടതിൽ എല്ലി നേരെ അമ്മ ചെന്നുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. ഇതാണ് എല്ലിയുടെ അമ്മയായിട്ടുള്ള സെലസ്റ്റ്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, നീ ഈ ഫാമിലി ഡിന്നറിനൊക്കെ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതിനെടുത്തവായി ഇവള് പറയുന്നത്, അതിന് ഈ ഇരിക്കുന്നൊന്നും എൻ്റെ ഫാമിലി അല്ലല്ലോ, എല്ലി നീ എൻ്റെ മോളാണ്, നമ്മളെല്ലാം ഒരേ ഫാമിലിയാണ്. പക്ഷേ എല്ലിയെ സംബന്ധിച്ച് അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം അവളെ സംബന്ധിച്ച് അത് ഇവളുടെ അമ്മയുടെ രണ്ടാം ഭർത്താവിൻ്റെ കുടുംബം മാത്രം എന്നാണ്. ഞാൻ മുമ്പേ പറഞ്ഞില്ല, ഇവള് ചുമ്മാ അമ്മയെ വിളിച്ചുകൊണ്ട് ഡിന്നർ കൂടാൻ വേണ്ടി വന്നതല്ലേ. ഇവൾക്ക് ഇവളുടേതായ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. കോളേജിൻ്റെ ക്ലാസിൻ്റെ ഭാഗമായിട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഇവളുടെ അമ്മയുടെ സിഗ്നേച്ചർ ഇവൾക്ക് വേണമായിരുന്നു. അമ്മയുടെ മാത്രം പോരെ, ഇവളുടെ അച്ഛൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇവൾക്ക് വേണം. ഈ കാര്യം പറഞ്ഞ് ഫോം കാണിച്ചപ്പോൾ, ഇത് നിനക്ക് ഡാനിയലിൻ്റെ സൈൻ വാങ്ങിച്ചാൽ പോരെ? ഇല്ല, ഞാൻ എലിസബത്ത് ലാങ്, എൻ്റെ അച്ഛൻ്റെ പേരും ചേർത്തിട്ടുള്ള എൻ്റെ ശരിക്കുള്ള പേരിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് അത് കാണിക്കാൻ വേണ്ടി എൻ്റെ അച്ഛൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് എനിക്ക് വേണം. ഇല്ല, എന്താ ശരിക്കും നിൻ്റെ പ്രശ്നം? നീ എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത്? നിങ്ങൾക്ക് ഒരു പ്രശ്നം ആവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. അതിനെൻ്റെ ശരിക്കുള്ള അച്ഛൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് മാത്രമല്ലേ ഞാൻ ചോദിച്ചുള്ളൂ, വേറെ ഒന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. ഇനി നമ്മൾ തമ്മിൽ നിൻ്റെ അച്ഛൻ്റെ പേരും പറഞ്ഞ് ഇനി ഒരു സംസാരം പാടില്ല. ഇതിലിപ്പോൾ തൽക്കാലം ഞാനും ഡാനിയലും സൈൻ ചെയ്യും. ഇനി സ്കൂളിൽ നിന്ന് ആരെങ്കിലും പ്രശ്നം എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവരോട് ഞാൻ സംസാരിച്ചോളാം. നിന്റെ പാട് നോക്കി പൊടിയെന്ന് പറഞ്ഞിട്ട് അവളെ പറഞ്ഞു കൊടുത്തു. എല്ലിയുടെ അച്ഛൻ്റെ കാര്യം പറയുന്ന സമയത്ത് സെലസ്റ്റ് എന്തിന് ഇത്ര ദേഷ്യപ്പെടുന്ന എന്ന കാര്യം നമുക്ക് ഇപ്പം പറയത്തില്ല, പക്ഷെ പിന്നീട് പറയും. എന്തായാലും എല്ലി അമ്മയുടെ മോള് തന്നെയാണല്ലോ, അതുകൊണ്ട് അതേ ഭാഷ അവൾക്കും ഉണ്ട്. ഇവിടെ നേരെ അമ്മയുടെ മുറിയിൽ കയറി അവളുടെ അച്ഛൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് തപ്പാൻ തുടങ്ങി. കൂടെ അന്നയും ഉണ്ട്. ചേച്ചി എന്തെങ്കിലും നോക്കുന്നത് എന്നോട് പറഞ്ഞു, ഞാനും നോക്കാം. അപ്പം ഞാൻ കാണിക്കാൻ പറഞ്ഞു, ഇത് കണ്ടോ, ചേച്ചിയുടെ അമ്മയുടെ ജ്വല്ലറി ബോക്സിൽ നിന്ന് കിട്ടിയതാ, നല്ല പെൻഡന്റ് അല്ലേ എന്നും പറഞ്ഞൊരു പ്രത്യേക ലോഗോ ഒക്കെ ഉള്ള ഒരു ലോക്കറ്റ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പെൻഡന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചു, ഇതിലേക്ക് ഞാൻ ലാസ്റ്റ് വരാം. അപ്പോൾ ഇവൾ ഈ സർട്ടിഫിക്കറ്റ് നോക്കുന്ന കാര്യം കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അമ്മ ഡോർ തുറന്ന് വന്നപ്പോൾ കാണുന്നുണ്ട്. അമ്മ ദേഷ്യപ്പെടുന്നു. ഇവൾ ആ വാശിയിൽ ആ വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നു. വേറെ അങ്ങോട്ടുമില്ല, ഇവൾ ഇത്രയും നാളെ താമസിച്ച കൂട്ടുകാരുടെ വീട്ടിലൂടെ തന്നെയാണ്. ഇവളിങ്ങനെ ദേഷ്യപ്പെട്ട് പോകുമ്പോൾ പിന്നാലെ തന്നെ ഡാനിയൽ വന്ന് അവളെ സമാനപ്പെടുത്താൻ നോക്കുന്നുണ്ട്. പക്ഷെ അവൾ സമ്മതിക്കുന്നില്ല. നേരെ ഉരുട്ടാൻ പോവാണ് എന്നൊരു കാര്യം പോലും മൈൻഡ് ചെയ്യാതെ അവൾ ആ ദേഷ്യത്തിൽ ബോട്ട് ഓടിച്ചു പോകുന്നുണ്ട്. ഇതേ സമയം അപ്പുറത്ത് പാരസും സിയും അവരുടെ ഇടയിലുണ്ടായിരുന്ന പ്രശ്നമെല്ലാം സംസാരിച്ച് തീർത്ത് സോൾവ് ചെയ്യുന്നുണ്ട്. അവർ രണ്ടുപേരും വീണ്ടും ഒന്നിക്കുവാണ്. അങ്ങനെ അവർ രണ്ടുപേരും കുറച്ചു നേരം കൂടെ ഇരുന്ന ശേഷം അവളെ പറഞ്ഞു വിട്ട് ഇവൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഇവന്റെ പട്ടി ഒരേ കൊര. കുറച്ചു നേരമായി അവന്റെ ആ കൊര തുടങ്ങിയിട്ട്. എന്താണെന്നറിയാൻ വേണ്ടി പാരസ് നോക്കുന്ന സമയത്ത് ആ ലേക്കിന്റെ സൈഡ് നോക്കിയിട്ടാണ് ഇവന്റെ കൊര. പാരസും ആ ലേക്കിന്റെ അവിടെ വന്ന് നിൽക്കുന്നു. ഇതേ സമയം ഇപ്പുറത്ത് എല്ലി ഈ ഒരു ബോട്ട് ഇങ്ങനെ ഓടിച്ചുകൊണ്ട് വന്ന സമയത്ത് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ആ ഒരു ബോട്ട് അങ്ങ് നിന്നുപോയി. ഇവള് തിരിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. ചുറ്റുവറ്റ മനുഷ്യനില്ല. ഇവൾക്ക് അത്യാവശ്യം പേടിയാവുന്നുണ്ട്. അപ്പണ്ടാ ഇങ്ങനെ ബൂം ബൂം എന്ന് പറയുന്ന ഈ ഒരു ശബ്ദം ഇവർ രണ്ടുപേരും കേൾക്കുന്നുണ്ട്. പക്ഷെ അത് എവിടെ നിന്നുള്ള ശബ്ദമായി ഏതാണെന്നൊന്നും ഇവർക്ക് അറിയുന്നില്ല. എല്ലി അവിടെ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു ലേക്കിന്റെ സൈഡിൽ കൂടെ വൂൾസ് നടന്നു പോകുന്നു. ഒരെണ്ണമല്ലോ, കുറേ ചെന്നായ്കൾ അതിലൂടെ ഇങ്ങനെ കൂളായിട്ട് പാസ് ചെയ്യുന്നു. ഇവർക്ക് ഇത് കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഇതൊക്കെ ഇല്ലാതായിട്ട് വർഷങ്ങളായി. ഇപ്പോഴാണ് രാവിലെ അന്ന പറഞ്ഞ സത്യമാണ് എന്ന് പറയുന്ന കാര്യം ഇവൾക്ക് മനസ്സിലാവുന്നത്. ഒന്നും കാര്യമായിട്ട് സംഭവിച്ചില്ല. ഇവളും സേഫ് ആയിട്ട് തന്നെ ക്ലെയറിന്റെ വീട്ടിലെത്തുന്നുണ്ട്, കൂട്ടുകാരുടെ വീട്ടിൽ. അങ്ങനെ കൂട്ടുകാരുടെ വീട്ടിൽ കിടന്നുറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇവളുടെ ഫോണിൽ ഒരേ കോള്. എന്താ വിഷയം നോക്കുമ്പോൾ അന്നെ കാണാനില്ല. വീട്ടിലുള്ള ഒരു ബോട്ടും മിസ്സിങ്. വിഷയം അറിഞ്ഞതും അവൾ വേഗം തന്നെ വീട്ടിലോട്ട് തിരിച്ചു പോവുക. അവിടെ ചെല്ലുമ്പോൾ ആ ഒരു ബോട്ട് അവിടെ കെട്ടിയിട്ടിട്ട് അവൾ വേഗം വീട്ടിലോട്ട് കയറി ചെന്ന് അമ്മയോട് സംസാരിക്കുന്നു. അവിടെയുള്ള എല്ലാവരും ഭയങ്കര ടെൻഷനിലാണ് അവളെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഡാനിയൽ എല്ലി നിന്റെ കീ എനിക്ക് ബോട്ട് വേണമെന്ന് പറഞ്ഞിട്ട് അവളുടെ ബോട്ടിന്റെ കീ വാങ്ങിച്ചിട്ട് പോകുന്നുണ്ട്. പോയി കുറച്ച് കഴിഞ്ഞതും ഡാനിയൽ ഒച്ച ഉണ്ടാക്കുന്നു, എല്ലി നിന്റെ ബോട്ട് നീ അവിടെ വെച്ചേക്കുന്നതെന്ന് ചോദിച്ചിട്ട്. അത് ഞാൻ അവിടെ കെട്ടിയിട്ടതാണല്ലോ എന്ന് പറഞ്ഞ് ഇവിടെ ഞാൻ നോക്കുന്ന സമയത്ത് അവളെ കെട്ടിയിട്ട സ്ഥലത്ത് അവളുടെ ആ ഒരു ബോട്ട് കാണാനില്ല. എല്ലി നീ കളിക്കാൻ നിൽക്കരുത്. ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത് എനിക്ക് അറിയത്തില്ല, ആരെങ്കിലും എടുത്തിട്ട് പോയിട്ടുണ്ടാവും. അതില്ലാതെ പിന്നെ ഞാൻ എങ്ങനെ ഇങ്ങോട്ട് വന്നേ? അപ്പോൾ ആരോ ഒരാൾ ഇവളുടെ ബോട്ട് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇതേ സമയം അപ്പുറത്ത് പാരിസ് ആണെങ്കിൽ അവന്റെ ജോലി
ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ ലേക്ക് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ വലിയൊരു പൈപ്പ് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുക. എന്താണെന്ന് അറിയാൻ വേണ്ടി പാരിസും അത് ഫോളോ ചെയ്ത് അതിന്റെ ഉള്ളിലോട്ട്, ആ കാടിന്റെ ഉള്ളിലോട്ട് കയറി ചെല്ലുക. അങ്ങനെ നോക്കുമ്പോൾ അതിന്റെ ഉള്ളിലായിട്ട് ഒരു പഴയ തുരുമ്പെടുത്ത ഒരു പമ്പ് സെറ്റ് ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടെ അടുത്ത് നിന്ന് നോക്കാം എന്ന് പറഞ്ഞ് അവൻ നിന്ന സ്ഥലത്ത് നിന്ന് ഒരടി എടുത്ത് വെച്ചപ്പോഴേക്ക് പേടിച്ചു വന്ന പാരിസ് അപ്പം തന്നെ ബാക്കിലോട്ട് വരിഞ്ഞു. നോക്കുമ്പോൾ അവൻ്റെ കൈയൊക്കെ ഇങ്ങനെ ഷിവർ ചെയ്യാൻ തുടങ്ങുന്നു. എന്തപ്പോൾ ഉണ്ടായ എന്നൊരു മട്ടിൽ അവനൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ തന്നെ ഇവൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾ വാട തിരിച്ചു പോകാമെന്ന് പറഞ്ഞ് വോക്കി ടോക്കിൽ ഇവനെ തിരിച്ചു വിളിക്കുന്നു. അവിടെ ചെല്ലുമ്പോൾ ആ ഒരു ബോർഡിന് താഴെയാണെങ്കിൽ വീണ്ടും കുറേ വേസ്റ്റ് ഒക്കെ. കഴിഞ്ഞ പ്രാവശ്യം അത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ മഴയിൽ വല്ലതും അടിച്ചു കയറി വന്നായിരിക്കും എന്ന് ഓർത്തിട്ട് അവരും അത് ക്ലിയർ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇവർക്കും ബോട്ട് എടുക്കാൻ പറ്റുന്നില്ല. ഇവരുടെ ബോട്ടിൻ്റെ അടിയിലും എന്തോ സ്റ്റക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ അവിടുത്തെ ലേക്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറവാണ്. അതുകൊണ്ട് തന്നെ ബോട്ട് നേരെ ചുവേ പോകത്തില്ല. ചെറുതായിട്ട് എന്തെങ്കിലും തടഞ്ഞാൽ മതി ബോട്ട് നിൽക്കാൻ വേണ്ടി. അങ്ങനെ അവൻ നോക്കുമ്പോഴാണ് അവൻ്റെ ശ്രദ്ധയിൽ ഒരു ലോക്കറ്റ് കൈ കിട്ടുന്നത്. അന്നയുടെ കയ്യിൽ നമ്മൾ കണ്ട അതേ ലോക്കറ്റാണ് ഇപ്പോൾ ഇവൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. എന്നാൽ ഈ ലോക്കറ്റ് കണ്ടതും പാരിസ് ആണ് ഏറ്റവും കൂടുതൽ ഷോക്കാവുന്നത്. ഇവൻ തിരിച്ച് വീട്ടിൽ വന്ന് മരിച്ചുപോയ ഇവന്റെ അമ്മയുടെ തിങ്സ് എല്ലാം ഒരു പെട്ടിക്കകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഉള്ളിൽ ആ അമ്മയുടെ ഒരു മാലയുണ്ട്. ആ മാലയിലുള്ള ലോക്കറ്റും ഇപ്പൊ ഇവൻ കൈ കിട്ടിയിരിക്കുന്ന ആ ഒരു ലോക്കറ്റും എക്സാക്ട് സെയിം ആണ്. ഇൻഫാക്ട് പടത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇവന്റെ അമ്മ ആ ഒരു വെള്ളത്തിൽ മുങ്ങുമ്പോൾ നമുക്ക് ആ ഒരു ലോക്കറ്റ് അവരുടെ കഴുത്തിൽ കിടക്കുന്നത് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇവന്റെ അമ്മയുടെ പോലത്തെ തന്നെ ഒരു ലോക്കറ്റാണ് ഇപ്പൊ ഇവന് കിട്ടിയിരിക്കുന്നത്. ഇതെങ്ങനെ പോസിബിൾ ആയിരിക്കും എന്ന് പറഞ്ഞ് ഇവനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയമാണ് ഇവന്റെ വീട്ടിലോട്ട് അച്ഛൻ കയറി വരുന്നത്. അച്ഛനെ കണ്ടതും പെട്ടെന്ന് ഈ ഒരു പെട്ടിയെല്ലാം മാറ്റി വെച്ചിട്ട് അവൻ ഒന്നും നടക്കാത്ത രീതിയിൽ താവോട്ട് ഇറങ്ങി വരുന്നു. നീ എന്താ പതിവില്ലാതെ ഈ നേരത്തെ ഇവിടെ എന്ന് പറഞ്ഞ് അച്ഛൻ ചോദിക്കുന്നു. പുള്ളിക്ക് സം സോർട്ട് ഓഫ് ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് തന്നെ വന്ന് കയറിയതും ഒരു ട്യൂബ് എല്ലാം മുകളിലോട്ട് വെക്കുന്നുണ്ട്. ഇല്ല ഞാൻ ചുമ്മാ വന്നത്, ഞാൻ അമ്മയുടെ കുറച്ച് മെഡിക്കൽ റിപ്പോർട്ട്സ് എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇത് കേട്ടത് അവൻ്റെ അച്ഛൻ ഭയങ്കര ഡിസപ്പോയിന്റ് ആവും. നീ എന്താ മാറാത്ത പാരിസ്? ഇതിപ്പോൾ എത്ര നാളെന്ന് വെച്ചിട്ട് നീ ഇങ്ങനെ നടക്കാൻ വേണ്ടി പോകുന്നത്? നീ പരിധി വിട്ടാ പോകുന്നതെന്ന് നിനക്കും അറിയാം, എനിക്കും അറിയാം. ഇനി നീ അമ്മയുടെ റിപ്പോർട്ട്സ് കേട്ട് ഇങ്ങോട്ട് വരണ്ട, ഞാനത് എടുത്ത് കളഞ്ഞു. അപ്പോഴും പാരിസ് പറയുന്നത് അച്ഛൻ ഇനി എന്ത് പറഞ്ഞാലും ശരി, നമ്മുടെ അമ്മ ഈ ഹോസ്പിറ്റലുകാർ ഡയഗ്നോസ് ചെയ്തതിൽ തന്നെയാണ് എന്തെങ്കിലും കുഴപ്പമുള്ളത്. ഇന്ന് വീണ്ടും പറഞ്ഞത് തന്നെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അച്ഛനും അവനോട് ഇനി എന്ത് പറയണമെന്ന് അറിയുന്നില്ല. അയാൾ മിണ്ടാതിരിക്കുക. ഇതേ സമയം അപ്പുറത്ത് കാണാതായ കുട്ടിയെ അവിടെയുള്ള ആൾക്കാരെല്ലാവരും തേടി അന്വേഷിക്കുന്നുണ്ട്. ലേക്കിൽ വെള്ളം കുറവായതുകൊണ്ട് തന്നെ പല സ്ഥലത്തും ബോട്ടുകൾ സ്റ്റക്ക് നിന്ന് പോകുന്നുണ്ട്. ബോട്ട് കൊണ്ട് മാത്രമായില്ല എന്ന് പറഞ്ഞ് ഹെലികോപ്റ്ററിലും ആളുകൾ വന്ന് ആ കുട്ടിയെ തേടുന്നുണ്ട്. പക്ഷെ ആർക്കും തന്നെ ഒരു ലീഡും കിട്ടുന്നില്ല. കുട്ടിയുടെ ബോട്ടും കാണാനില്ല, കുട്ടിയും കാണാനില്ല, എങ്ങോട്ട് പോയെന്ന് ഒരു അഡ്രസ്സും ഇല്ല. അവിടെ കേട്ടതിൽ അടുത്ത ഷോട്ടിൽ പാരിസ് നടന്ന കാര്യം അവൻ കണ്ടുപിടിച്ച ഒരു ചെയിൻ്റെ കാര്യമെല്ലാം തന്നെ സിയോട് പറഞ്ഞു കൊടുക്കുന്നു. അവളെയും കൂട്ടി അവൻ കാടിനുള്ളിലുള്ള ഒരു പമ്പ് ഉണ്ടല്ലോ അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്. അവിടെ വെച്ചാണല്ലോ ഒരു വിയർഡായിട്ടുള്ള സംഭവം എല്ലാം നടന്നത്. എന്നാൽ ഫോർ സം റീസൺ ഇവളെ കൂട്ടിയിട്ട് ഇവനിപ്പോൾ വരുന്ന സമയത്ത് ഇവനിപ്പോൾ ആ ഒരു പ്രശ്നം ഒന്നുമില്ല. കൈ വരയ്ക്കുന്നില്ല, ചെവി കേൾക്കാതിരിക്കുന്നില്ല, അല്ലെങ്കിൽ മുമ്പ് കണ്ട ആ ഒരു വിയർഡ് എക്സ്പീരിയൻസ് അവൻ ഇപ്പോൾ സംഭവിക്കുന്നില്ല. ഇത് സത്യമായിട്ട് ഇങ്ങനെ സംഭവിച്ചായിരുന്നു, എനിക്ക് ഇവിടുന്ന് ഈ ചെയിൻ കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ആ ചെയിൻ കിട്ടിയ സ്ഥലവും അവൻ കാണിച്ചു കൊടുക്കുന്നു. അവളും ഇവൻ എന്ത് ഈ പറയുന്നത് എന്ന് ആലോചിച്ചിട്ട് അവളും കൺഫ്യൂസ് ആയി നിന്ന് പോകുന്നു. അപ്പുറത്താണെങ്കിൽ പോലീസുകാർ ആ ഒരു ബോട്ട് കണ്ടുപിടിക്കുന്നുണ്ട്. നമ്മുടെ ആന ഓടിച്ചുകൊണ്ട് പോയ അവരുടെ വീട്ടിലെ ആ ഒരു ബോട്ട് ഉണ്ടല്ലോ, ആ ബോട്ട് കണ്ടുപിടിക്കുന്നു. ബോട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, കുട്ടിയെ കിട്ടിയിട്ടില്ല. എല്ലാവരും കുട്ടിയുടെ കാര്യം ഓർത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എല്ലി ആ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. എന്താണ്, ആ ഒരു ബോട്ടിൽ ഒരു ലൈഫ് ജാക്കറ്റ് മിസ്സിംഗ് ആണ്. ഒരു ഓറഞ്ച് കളർ ആന എന്ന് എഴുതിയിട്ടുള്ള അവളുടെ ആ ഒരു ലൈഫ് ജാക്കറ്റ് മിസ്സിംഗ് ആണ്. സോ മോസ്റ്റ് പ്രോബബ്ലി അവൾ ആ ജാക്കറ്റ് യൂസ് ചെയ്ത് രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് ഇവൾ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവർ തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോൾ അമ്മയെങ്ങാനും ഇനി അവളെ അറിയാതെ തല്ലിയായിരുന്നോ എന്ന് എല്ലി ചോദിക്കുന്നു. ഇല്ല, ഞാനെന്തിനാ അവളെ തല്ലുന്നത്? ഞാൻ തല്ലിയിട്ടില്ല. അവൾ നിന്നെ പോലെ എനിക്ക് സ്വൈര്യം തരാതിരിക്കുന്ന കുട്ടിയല്ല, അവൾ പാവമായിരുന്നു, ഞാൻ അവളെ തല്ലിയിട്ടില്ല. നിങ്ങൾക്കൊരു സ്വൈര്യക്കേട് ആവാതിരിക്കാൻ തന്നെയല്ല ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. നിന്റെ ഈ വാശി കാരണം നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയോണ്ടാണ് നിന്റെ പിന്നാലെ അവൾ ഇറങ്ങി വന്നത്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഇവർ രണ്ടുപേരും ഒരേ അടി. വഴക്ക് മൂത്ത് അവസാനം എല്ലിയെ റോട്ടിൽ ഇറക്കി വിട്ടിട്ട് നമ്മുടെ സെലസ്റ്റ് മാത്രം വണ്ടി എടുത്താൽ ഒറ്റപ്പോക്ക്. അപ്പുറത്തെ പാരിസും സി ആണെങ്കിലോ അവളെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ ഭയങ്കര മഴ, അത് കൂടുതൽ നേരം നിൽക്കാൻ പറ്റിയില്ല. ഇവർ തിരിച്ചു വരുന്നു. എടി ഞാൻ പറയുന്ന സത്യം, എനിക്ക് അങ്ങനെയെല്ലാം ഫീൽ ആയിരുന്നു. പക്ഷെ ഫോർ സം റീസൺ ഇപ്പം എനിക്കത് സംഭവിക്കുന്നില്ല, എനിക്ക് അറിയുന്നില്ല. ഇവള് വിചാരിക്കുന്നത് ഇവന്റെ അമ്മയുടെ അതേ സീഷറും ആ ഒരു ഷിവറിങ് എല്ലാം ഇവനും സംഭവിക്കുവാണോ എന്ന് ഓർത്തിട്ടാ. അവൾ അതും ഇതൊക്കെ പറഞ്ഞ് ഇവനെ ഓക്കെ ആക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനങ്ങ് ഓക്കെ ആവുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം ആവുന്നു. ഇവൻ രാവിലെ തന്നെ നേരെ ഓഫീസിൽ കയറി എന്തൊക്കെയോ ഡോക്യുമെന്റ്സും പിന്നെ എന്തോ ചെറിയൊരു നോട്ട്ബുക്ക് ഒക്കെ ആയിട്ട് നേരെ സിയെ കാണാൻ വേണ്ടി വരുന്നു. എന്താ ഈ ചെറിയ നോട്ട്ബുക്ക് എന്ന് പറഞ്ഞ് ഇവിടെ ചോദിക്കുമ്പോഴാണ് പറയുന്നത് ഇവന്റെ അച്ഛൻ വർഷങ്ങളായിട്ട് കൂടെ കൊണ്ട് നടക്കുന്ന ഒരു നോട്ട്ബുക്ക് അത്. അതായത് എപ്പോഴൊക്കെ ഇവന്റെ അമ്മയ്ക്ക് സീഷർ വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം പുള്ളിക്കാരൻ കറക്റ്റ് ആയിട്ട് ഇതിനകത്ത് നോട്ട് ചെയ്ത് വെക്കുമായിരുന്നു. ഭാര്യയുടെ ഈ ഒരു അസുഖത്തിന്റെ ഈ ഒരു കാര്യം ട്രാക്ക് ചെയ്യാൻ വേണ്ടി പുള്ളി തന്നെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു നോട്ട്ബുക്കാണത്. 1972 തൊട്ട് തുടങ്ങിയ പരിപാടിയാണ്. അത് പിന്നീട് ഒരു ശീലമായിട്ട് മാറുമായിരുന്നു. സോ അന്ന് തൊട്ട് എപ്പോഴൊക്കെ അമ്മയ്ക്ക് വയ്യാതായിട്ടുണ്ടോ അതെല്ലാം ഇതിനകത്ത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. നീ അത് വിട്, ഇത് നോക്ക്. 93 എൻ്റെ അമ്മയ്ക്ക് 3 പ്രാവശ്യം സീഷർ വന്നിട്ടുണ്ട്. അതേസമയം ഇവിടുത്തെ ലേക്കിലെ വാട്ടർ ലെവൽ എന്ന് പറയുന്നത് ലോ ആയിരുന്നു. ഇത് ഒരു വട്ടം മാത്രമല്ല, 85-ലും 72-ലും എല്ലാം ഇങ്ങനെ തന്നെയായിരുന്നു. എപ്പോഴെല്ലാം ഇവിടുത്തെ വാട്ടർ ലെവൽ താന്നിട്ടുണ്ടോ ലോ ആയിട്ടുണ്ടോ അപ്പോഴൊക്കെ എൻ്റെ അമ്മയ്ക്ക് സീഷർ വന്നിട്ടുണ്ട്. സോ ഇവിടുത്തെ വാട്ടർ ലെവലും എൻ്റെ അമ്മയുടെ സീഷറുമായിട്ട് എന്തോ ഒരു തരത്തിലുള്ള ബന്ധമുണ്ട്. അത് പക്ഷേ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഇവൻ ഭയങ്കര ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം പറയുമ്പോൾ നീ ഇത് എത്ര നാളാണ് ഇതിന്റെ പിന്നാലെ തുടങ്ങിയിട്ട്? നീ എന്താ അങ്ങനെ ചോദിച്ചത്? ഇതെല്ലാം ഇരിക്കട്ടെ പാരിസ്, ഒരു മിനിറ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്. വാട്ട് ഇഫ് ഇത് നിങ്ങളുടെ ഒരു പാരമ്പര്യമാണെങ്കിലോ, അതായത് നിന്റെ അമ്മയിൽ നിന്നും നിനക്ക് വന്ന ഒരു രോഗമാണെങ്കിലോ, ഈ സീഷറും ഷിവറിംഗ് ഒക്കെ, അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ലല്ലോ. ശരിയാണ്, അങ്ങനെ ഒരു ഓപ്ഷൻ തള്ളിക്കളയാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് ഇന്നേ വരെ ഇതിനു മുമ്പ് സീഷർ വന്നിട്ടില്ല. അൺടിൽ ഞാൻ ആ ഒരു സ്ഥലത്ത് കാല് കുത്തുന്നത് വരെ. ഇന്ന് ഞാൻ ആ ഒരു സ്ഥലത്ത് കാല് കുത്തിയോ അന്ന് തൊട്ടാണ് എനിക്ക് ഈ പ്രശ്നം തുടങ്ങുന്നത്. നീ ശ്രദ്ധിച്ചായിരുന്നോ? ഞാൻ അന്ന് നിന്നെ കൂട്ടിക്കൊണ്ട് പോയപ്പോൾ അന്ന് മഴ പെയ്തു. അതുകൊണ്ട് തന്നെ അപ്പോൾ വാട്ടർ ലെവൽ അവിടെ ഓക്കെ ആയിരുന്നു. അതുകൊണ്ട് എനിക്കന്നൊന്നും പറ്റാതിരുന്നു തോന്നാതിരുന്നത്. പക്ഷെ ഞാൻ അവിടെ ഒറ്റയ്ക്ക് പോയപ്പോൾ അവിടെ വാട്ടർ
വാട്ടർ ലെവൽ താന്നിട്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അന്ന് ശരിക്കും അങ്ങനെ സംഭവിച്ചത്. പക്ഷെ ഇവൻ എത്രയെല്ലാം പറയാൻ നോക്കിയിട്ടും അവൾ അങ്ങ് കൺവിൻസ് ആവാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഇവനും കൂടുതൽ പറയണമെന്ന് തോന്നിയില്ല. ഞാനൊരു പൊട്ടനെ പോലെ ഇനിയും പറയുന്നതിൽ അർത്ഥമില്ല, ഞാൻ ഇവിടെ പോവാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ വിട്ട് ഇറങ്ങുന്നു. ഇതേ സമയം അപ്പുറത്ത് ആനയുടെ ആ ഒരു തെരച്ചിലെല്ലാം പോകുന്നുണ്ടെന്ന് പറഞ്ഞാലും അവളുടെ ആ ഒരു ബോട്ട് കണ്ടുപിടിച്ച ആ ഒരു ഏരിയ ഉണ്ടല്ലോ, ആ ഒരു ഏരിയയിലോട്ട് സെർച്ച് ടീമിന് പോകാൻ പറ്റിയിട്ടില്ല. 3 പേര് പോകാൻ ശ്രമിച്ചു, പക്ഷേ വെള്ളം ഭയങ്കര കുറവായതുകൊണ്ട് ബോട്ടുകൾക്ക് അപ്പുറത്തോട്ട് കടക്കാൻ പറ്റുന്നില്ല. സോ അതുകൊണ്ട് തന്നെ വാട്ടർ ലെവൽ ഓക്കെ ആയ ശേഷം ആ ഒരു ടീമിനെ അങ്ങോട്ട് അയക്കാം എന്നാണ് പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. തുടർന്ന് ആ ഒരു ബോട്ട് ഇവരുടെ വീട്ടിലേക്ക് കൊണ്ടുവയ്ക്കുന്നു. കാരണം ഇനി അവർക്ക് ആ ഒരു ബോട്ട് ആവശ്യമില്ലെന്ന് പറഞ്ഞു. ഇത് കാണുമ്പോൾ ഇവൾക്ക് ഭയങ്കര ദേഷ്യം വരുന്നു, ആർക്ക്, എല്ലിക്ക്. എന്നിട്ട് ഇവൾ അമ്മയ്ക്കാണെന്ന് പറഞ്ഞ് റൂമിൽ കയറി നോക്കുമ്പോൾ പുള്ളിക്കാരത്തി അടച്ചുകൂട്ടി അങ്ങ് ഇരിക്കുക. അമ്മ പേടിക്കണ്ട, അവൾ തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞ് എല്ലി ആശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല മൈറ്റ് നോട്ട് എന്നാണ് സെലസ്റ്റ് മറുപടി കൊടുക്കുന്നത്. ഇത് കേട്ടത് എല്ലിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം, ജസ്റ്റ് ബിക്കോസ് അച്ഛൻ കാണാതായി എന്ന് പറഞ്ഞ് അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എന്നൊരു വിചാരം വെക്കണ്ട. അവൾ തിരിച്ചു വരില്ലെന്ന് അമ്മയ്ക്ക് ഇങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇവൾ ദേഷ്യപ്പെടുന്നു. അതിന് സെലസ്റ്റ്, എല്ലി നീ ഒരു സത്യം അറിയണം, നിന്റെ അച്ഛൻ കാണാതായതല്ല, അയാൾ നമ്മളെ വേണ്ടെന്ന് വെച്ച് ഇട്ടേച്ച് പോയതാണ്. ഹി ലെഫ്റ്റ് അസ്. വേറെ ഏതൊരു പെണ്ണിന് വേണ്ടി നമ്മളെ ഇട്ടേച്ച് പോയ ഒരുത്തനാണ് നിന്റെ അച്ഛൻ. ഇല്ല, സത്യമല്ല. അമ്മയ്ക്ക് എങ്ങനെ അറിയാം, അമ്മ കണ്ടായിരുന്നോ എന്ന് പറഞ്ഞു ഇവള്. യെസ്, ഞാനും കണ്ടിട്ടുണ്ട്, നീയും കണ്ടിട്ടുണ്ട്. ചെറുപ്പത്തിൽ നിന്നെ കൈക്കുഞ്ഞായിരിക്കുന്ന സമയത്ത് അയാളുടെ പേരും പറഞ്ഞ് ഇവൾ എന്നെ തല്ലാൻ വന്നായിരുന്നു, ഞാൻ അവളെയും തല്ലി. അയാൾക്ക് ഇങ്ങനെ ഒരു മോൾ ഉണ്ടായ കാര്യം അയാളോട് പറയണമെന്ന് പറഞ്ഞ് ഇവളോട് ഞാൻ അന്നേ പറഞ്ഞ് ഏൽപ്പിച്ചതായിരുന്നു. എന്നിട്ടും നിന്റെ അച്ഛൻ തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ അയാളെ നമ്മളെ ഉപേക്ഷിച്ചതാണ്. നമ്മളെ വേണ്ട എന്ന് വെച്ച് പോയൊരു മനുഷ്യനാണ് അയാൾ, അല്ലാതെ അയാൾ കാണാതായതല്ല. ഇത് ഇത്രയും നാൾ ഞാൻ പറയാതിരുന്നത് നിന്നെ വീണ്ടും വിഷമിപ്പിക്കേണ്ട എന്ന് ഓർത്തിട്ട് മാത്രമാണ്. ഇനി ഞാനിത് ഒളിച്ചു വെക്കുന്നതിൽ അർത്ഥമില്ല. ഇതെല്ലാം പെട്ടെന്ന് കേട്ടപ്പോൾ എല്ലിക്ക് അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവളങ്ങ് തകർന്നു പോവുക. കാര്യം എല്ലി സ്വന്തം അച്ഛനെ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ പോലും അവളുടെ ഉള്ളിൽ ഒരു അച്ഛൻ്റെ ഒരു രൂപം ഉണ്ടായിരുന്നു. അതായിരുന്നു ഈ ഒറ്റ നിമിഷത്തിൽ അങ്ങ് ഇല്ലാണ്ടായിപ്പോയത്. എല്ലിയും ഭയങ്കര പൊട്ടിക്കരയുന്നുണ്ട്. കുറച്ചു നേരം കരഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ആനയുടെ ഫോട്ടോ ടേബിളിൽ ഇവൾ കാണുന്നത്. ഇവിടെ വീട്ടിലിങ്ങനെ മോങ്ങിയിട്ടിരിക്കുന്നതിൽ അർത്ഥമില്ല, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം വേണ്ട സാധനങ്ങളും ലൈറ്റും എല്ലാം ബാഗിലിട്ടിട്ട് ആന പോയ ഒരു ബോട്ട് ഉണ്ടല്ലോ, ആ ബോട്ടും എടുത്തിട്ട് ഇവൾ അവളെ തേടി അങ്ങ് ഇറങ്ങുന്നു, ആരോടും പറയാതെ. ഓക്കെ, ഇതേ സമയം ഇപ്പുറത്തെ പാരീസ് ആണെങ്കിൽ ഈ മാപ്പും ആ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വീണ്ടും ആ സ്ഥലത്തിലോട്ട് പോകാം എന്ന് പറഞ്ഞ് വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ അവൻ്റെ ഓപ്പോസിറ്റിൽ അവൻ്റെ അച്ഛൻ വരുന്നു. പുള്ളിയും വണ്ടി വിട്ട് ഇറങ്ങിയിട്ട് നീ എങ്ങോട്ടാ ഏതാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാഷ്വലായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പം വീണ്ടും ആ ഒരു ഡും ഡും എന്ന് പറഞ്ഞ ഒരു ശബ്ദം കേൾക്കുക. ആ ശബ്ദം കേട്ടതും ഇവിടെ നമ്മുടെ പാരീസ് വീണ്ടും ഷിവർ ചെയ്യാൻ തുടങ്ങുന്നു. അവൻ്റെ കൈയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് വരയ്ക്കാൻ തുടങ്ങി. അച്ഛൻ എനിക്ക് പോയിട്ട് ഇച്ചിരി അത്യാവശ്യമുണ്ട്, നമുക്ക് നാളെ കാണാം എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങുന്നു. ഇതേ സമയം ഇപ്പുറത്ത് ആനയെ തേടിയിട്ട് ഇവളൊരു ചെറിയ പൊട്ടിപ്പൊളിഞ്ഞൊരു പാലത്തിൻ്റെ അടി കൂടെ ഇങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിലായിട്ട് ആന എന്ന ആ ഒരു ഡിന്നറിന് വെച്ച് കൊണ്ടുവന്ന ആ ഒരു ചെറിയ പൂമ്പാറ്റകൾ ഉണ്ടായിരുന്നല്ലോ, പഴയ എക്സ്റ്റെൻഡ് ആയി പോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ബട്ടർഫ്ലൈസ്, അതൊക്കെ ഇങ്ങനെ ചത്ത് കിടക്കുന്നു വെള്ളത്തിൽ. ഇവിടെ തലപൊക്കി നേരെ നോക്കിയപ്പോൾ 2-3 പറന്നു പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലത്തിലോട്ട് നോക്കിയിട്ട് ഇവള് ബോട്ടിൽ പോകുന്നു. കുറച്ചു നേരം പോയി കഴിഞ്ഞപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഭയങ്കരധികം കുറഞ്ഞപ്പോൾ അവൾ ബോട്ട് അവിടെ ഇട്ടിട്ട് നടന്നു പോയി അന്വേഷിക്കുക. ആന നീ എവിടെയെന്നൊക്കെ പറഞ്ഞ് ഇവൾ അലറി നോക്കിയിട്ടും അവിടെ ആരെയും തന്നെ കാണാനില്ല. സമയവും പൊക്കോണ്ടിരിക്കുന്നു, ഇരുട്ടും ആവുക. ഇവളും വീട്ടിൽ പറയാതെ വന്നതാണല്ലോ, അതുകൊണ്ട് ഇവളെയും തേടി ആൾക്കാർ ഇങ്ങോട്ട് വന്നേക്കുന്നു. ആളെ കണ്ടതും ഇവൾ അവരുടെ കണ്ണിൽ പെടാതിരിക്കാൻ വേണ്ടി ഒളിഞ്ഞു നിൽക്കുന്നു. അവരെങ്ങനെ ഇവളെ കണ്ടു കഴിഞ്ഞാൽ ചീത്തയും പറയും, പിടിച്ച് വരച്ച് തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യും. മുകളിലാണെങ്കിൽ ഹെലികോപ്റ്ററും വരുന്നു. എങ്ങാനും ഇവളെ കാണുമോ എന്നൊരു പേടി കൊടുത്തിട്ട് ഇവൾ അവിടുന്ന് ഓടി രക്ഷപ്പെടുക. അങ്ങനെ അവൾ ഓടി ഉള്ളിലോട്ട് പോകുമ്പോൾ പെട്ടെന്ന് ഇവക്കും പാരീസിനെ പോലെ തന്നെ ചെവിക്കലെല്ലാം അടഞ്ഞു പോയൊരവസ്ഥ. അടുത്ത ലേയേഴ്സും കടന്ന സമയത്ത് അവൾ ഓക്കെ ആവുന്നുണ്ട്, പക്ഷേ അവളുടെ ഫോൺ ഇപ്പോൾ കാണാനില്ല. ബോട്ടിലായിരിക്കും എന്ന് ഓർത്തിട്ട് ഇവൾ ബോട്ട് അന്വേഷിക്കുന്ന സമയത്ത് അവിടെ എങ്ങും ബോട്ടും കാണാനില്ല. ഇത്രയും നേരം രാത്രിയായിരുന്നു, ഇപ്പോൾ നോക്കുമ്പോൾ വെളുപ്പാങ്കാലമായി. എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞ് ഇവൾക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അങ്ങനെ അവൾ മുമ്പോട്ട് നോക്കുമ്പോഴാണ് ദൂരത്തായിട്ട് ഒരാൾ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് അയാളുടെ നിന്ന് ലിഫ്റ്റ് ചോദിച്ച് ഇവൾ നേരെ വീട്ടിൽ വന്നിറങ്ങുന്നു. ഇവൾ വീട്ടിലോട്ട് നടന്നു വരുമ്പോൾ ഡാനിയിൽ ലിസ എന്ന് അലച്ചിട്ട് തൊട്ടപ്പുറത്തെ വീട്ടിലോട്ട് നടന്നു പോകുന്നു. വീട്ടിൽ കയറിയപ്പോൾ സെലസ്റ്റ് ആണെങ്കിൽ ഭയങ്കര ടെൻഷനായിട്ട് ഫോണിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇവളെ കണ്ടതും എലി നിന്നെ ഫോളോ ചെയ്ത് ക്ലെയറിന്റെ വീട്ടിലോട്ട് അന്നെങ്ങാനും വന്നായിരുന്നോ, നീ അവളെ കണ്ടായിരുന്നോ എന്നൊക്കെ പറഞ്ഞൊരു ചോദ്യം. എലിക്കൊന്നും മനസ്സിലാവുന്നില്ല, അവൾ കൺഫ്യൂസ് ആയി നിന്ന് പോകുന്നു. കഴിഞ്ഞ ദിവസം എന്ത് നടന്നു അത് വീണ്ടും സംഭവിക്കുന്ന പോലെ. ഇവൾ അവിടെ നിന്ന് ആ കണ്ണാടി നോക്കുന്ന സമയത്ത് അപ്പുണ്ടാണ്ട് ദൂരത്തുനിന്ന് ഒരു എല്ലി ഇങ്ങനെ ബോട്ടി വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ വെച്ചിട്ടാണ് കാര്യം എന്നതാണെന്നുള്ള കാര്യം നമുക്കും അതേപോലെ തന്നെ എല്ലിക്കും മനസ്സിലാവുന്നത്. സോ രണ്ടുപേരും ഒരുമിച്ച് കണ്ട പ്രശ്നമാകും എന്നൊരു കാര്യം മനസ്സിലാക്കി ഇവൾ ആരും കാണാതെ ആ വീട് വിട്ടിറങ്ങി. ഇപ്പോൾ ഒരു എല്ലി ഒരു ബോട്ട് കൊണ്ട് വെച്ചില്ലേ, ആ ഒരു ബോട്ടും എടുത്തിട്ട് നമ്മുടെ എല്ലി പോവാണ്. സോ ബേസിക്കലി തുടക്കത്തിൽ ആ ഒരു എല്ലിയുടെ ബോട്ട് എടുത്തുകൊണ്ട് പോയത് എല്ലി തന്നെയാണ്, ഹർ ഫ്യൂച്ചർ സെൽഫ്. ആക്ച്വലി എല്ലിക്കും ഭയങ്കര ടെൻഷനാവാണ്, കാരണം അവൾക്ക് അറിയുന്നില്ല എന്താ ശരിക്കും സംഭവിക്കുന്നതെന്ന്. ഇവളുടെ കൈ നോക്കുമ്പോൾ കൈയൊക്കെ വിറയ്ക്കാൻ തുടങ്ങുന്നു. അവൾ വീണ്ടും ഒരു ബോട്ട് കിടക്കുന്ന ആ ഒരു സ്ഥലത്തിലോട്ട് പോവുകയാണ്. ഇതേ സമയം അപ്പുറത്ത് പാരീസും ഒരു ബോട്ട് എടുത്തിട്ട് കാടിനുള്ളിലോട്ട് പോകുന്നില്ലേ. അപ്പോൾ അവനൊരു ചെറിയൊരു പാലം ക്രോസ് ചെയ്തിട്ടാണ് പോകുന്നത്, 4A എന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരു പാലം. ഇതേ പാലം തന്നെയാണ് നമ്മുടെ എല്ലിയും ക്രോസ് ചെയ്യുന്നത്, പക്ഷേ പൊളിഞ്ഞ പാലമാണ് എന്ന് മാത്രം. സോ ദാറ്റ് മീൻസ് എല്ലിയും പാരീസും 2 ടൈം ലൈനിലാണ് എന്ന് പറയുന്നൊരു കാര്യം ഇവിടെ വ്യക്തമാണ്. രണ്ടുപേരും പോകുന്നത് ഒരേ സ്ഥലത്തേക്കാണെന്ന് പറഞ്ഞാലും രണ്ടും 2 ടൈം ലൈനാണ്. അങ്ങനെ എല്ലിയും ഉള്ളിലോട്ട് പോയി നോക്കുന്ന സമയത്താണ് അവിടെ സൈഡിലായിട്ട് ഒരു ബോട്ട് അവൾ കാണുന്നത്. അത് ആനയുടെ
ആനയുടെ ഒരു ബോട്ടായിരുന്നു. ഇത് എല്ലി കൊണ്ടുവന്നിട്ട ആനയുടെ ബോട്ടല്ല, പകരം ആന പോയ ആനയുടെ ബോട്ടാണ്. യു ഗെറ്റ് മീ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഇവളും ആന ആന എന്ന് അവളുടെ പേരും അലറിക്കൊണ്ട് ഉള്ളോട്ട് പോകുന്നു. ഇങ്ങനെ ഇവിടെ അലർന്ന് ഈ ഒരു ശബ്ദം അപ്പുറത്ത് നമ്മളെ പാരിസ് കേൾക്കുന്നു. പാരിസും വണ്ടി നിർത്തിയിട്ട് ഉള്ളിലോട്ട് ഓടി വരികയാണ് എവിടുന്ന് ആ ശബ്ദം എന്ന് അറിയാൻ വേണ്ടി. ഇതേ സമയം എല്ലിക്ക് അപ്പുറത്ത് ദൂരത്തുനിന്ന് ആന എല്ലി എന്ന് വിളിക്കുന്ന രീതിയിലൊരു ശബ്ദം പോലെയും ഇവൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അവളും ആ ശബ്ദം കേൾക്കുന്ന സ്ഥലത്തിലോട്ട് ഇവൾ ഓടി ചേർന്നു. ആന അത് നീയാണോ എന്നൊക്കെ അലറിക്കൊണ്ട്. എല്ലി അലർന്ന് പാരിസിന് കേൾക്കാൻ പറ്റുന്നുണ്ട്. തുടർന്ന് രണ്ടുപേരും ആ ഒരു ശബ്ദം കേൾക്കുന്ന സ്ഥലത്തിലോട്ട് അങ്ങ് ഓടി ചെല്ലുവാണ്. അവൾ വീണ്ടും അവർ ലേസ് ക്രോസ് ചെയ്തതും അവളുടെ ചെവിയിൽ നിന്ന് രക്തമെല്ലാം വരാൻ തുടങ്ങി. നോക്കും തൊട്ടപ്പുറത്തായിട്ട് ആന ബോട്ടിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ ചേച്ചി ഫോളോ ചെയ്ത് ക്ലെയറേജിന്റെ വീട്ടിലോട്ട് വരാൻ വേണ്ടി നോക്കിയതാണ്. പക്ഷെ ഞാൻ ഇവിടെ അറിയാതെ പെട്ടുപോയി. പിന്നെ ചേച്ചി ഇതിന് അമ്മയോട് വഴക്കുണ്ടാക്കിയ, എന്തിനാ തല്ലുണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞ് ഇവള് അമ്മയോട് വഴക്കുണ്ടാക്കി. അന്നെ നീ എന്തൊക്കെയാ പറയുന്നതെന്ന് പറഞ്ഞു എല്ലി. ഇന്നലെ നിങ്ങൾ രണ്ടും ഭയങ്കര വഴക്കായിരുന്നല്ലോ, എന്നിട്ട് പാത്രം എല്ലാം പൊട്ടിച്ച് എന്നിട്ടാണല്ലോ ക്ലെയറേജിന്റെ വീട്ടിലോട്ട് ചേച്ചി പോയെ. ഡൗട്ട് അടിക്കുന്ന എല്ലി ആന ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് അവളുടെ പല്ല് നോക്കുമ്പോൾ ആനയുടെ പല്ല് അവിടെ ഇരിക്കുന്നുണ്ട്. സോ ഇവള് വീണ്ടും ടൈം ലൈൻ മാറി 1 മാസം മുമ്പാണ് വന്നിരിക്കുന്നത്. കാരണം ആനയുടെ ആ ഒരു ഫ്രണ്ടിലെ പല്ല് പറിച്ചു കളഞ്ഞത് തന്നെ എല്ലിയാണ്. ഇതേ സമയം ഇപ്പുറത്ത് പാരിസ് ആ ഒരു ലെയർ കടന്നതും പെട്ടെന്ന് രാത്രിയിൽ നിന്നും വെളിച്ചമായി മാറി, പട്ടാപ്പകലായി. ഇവനും എന്ത് ഈ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ആ കൺഫ്യൂഷൻ അവർ വരുന്ന സമയത്താണ് അവന്റെ മുമ്പിൽ ഒരു ചെറിയൊരു കുട്ടിയുടെ ബോഡി കിടക്കുന്നത്. ഇവൻ പേടിച്ചു പോയി. വേഗം തന്നെ ഓടിച്ചെന്ന് കൊച്ചിനെ എടുത്തപ്പോൾ കൊച്ചിന് ജീവനുണ്ട്, പക്ഷേ ദേഹത്ത് എന്തോ ഒരു കമ്പിറങ്ങി ബ്ലഡ് ഒരുപാട് പോയേക്കുക. ഈ കുട്ടി വേറെ ആരുമല്ല, ഇതാണ് ശരിക്കും കാണാതായിരിക്കുന്ന ആന. അന്ന് അവളുടെ ഡ്രസ്സും അതേപോലെ തന്നെ ആ ഒരു ലൈഫ് ജാക്കറ്റും അവളുടെ ഉണ്ട്. പാരിസിനും സമയം കളയാനില്ല. അവൻ വേഗം തന്നെ കൊച്ചിനെ എടുത്ത് വേഗം ഓടുക. അങ്ങനെ ഓടി പോകുന്ന സമയത്ത് അപ്പുറത്ത് അവൻ വീണ്ടും ആ ഒരു പമ്പ് സെറ്റ് കാണുന്നു. പക്ഷെ ഒരു തരി വെള്ളമില്ലാതെ ഭയങ്കര വരണ്ട് കിടക്കുക ആ സ്ഥലം. ഇപ്പുറത്തെ എല്ലിയാണെങ്കിലും എങ്ങനെയെങ്കിലും ആനെ തിരിച്ചു കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അവിടുന്ന് ബോട്ട് എടുത്ത് തിരിച്ചു വരുന്നു. അങ്ങനെ ഇവളും സേഫ് ആയിട്ട് കൊച്ചിനെ തിരിച്ച് വീട്ടിലോട്ട് എത്തിക്കുന്നു. ഇവള് വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ അനീതി പറഞ്ഞു ശരിയാണ്, വീട്ടിൽ ഇപ്പോഴും ആ ഒരു പൊട്ടി പ്ലേറ്റ് എല്ലാം അങ്ങനെ തന്നെ നടക്കുന്നുണ്ട്. എന്താടി നീ വീണ്ടും വന്ന്, നിനക്ക് വേറെ വല്ല പൊട്ടിക്കാനുണ്ടോ, എന്നാൽ പൊട്ടിക്കടി എന്നൊക്കെ പറഞ്ഞിട്ട് സെലസ്റ്റ് ഭയങ്കരയും ചൂടാവുന്നു. ഇവക്കാണെങ്കിൽ നടന്ന കാര്യം എന്താണെന്ന് പറയാനും പറ്റത്തില്ല, എന്ത് ചെയ്യണമെന്ന് പറയുന്നില്ല. ഡാനിയിൽ പുറകേന്ന് വിളിച്ചിട്ട് എല്ലി നീ ചെയ്ത് ഒട്ടും ശരിയല്ല, കാര്യം ഇനി എന്തൊക്കെ ആയിക്കോട്ടെ അവൾ നിന്റെ അമ്മയാണ്, ആ മര്യാദ നീ കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ ഡാനിയലിനോട് ഒരു കാര്യം പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഡാനിയൽ അതൊക്കെ ശരിയാക്കാം, പക്ഷെ ഒരു കാരണവശാലും ആനെ ഒറ്റയ്ക്ക് പുറത്ത് വിടരുത്. പ്രത്യേകിച്ച് അവളെ ഒറ്റയ്ക്ക് ബോട്ട് എടുത്ത് ലേക്കിന്റെ ഭാഗത്തോട്ട് പ്ലീസ്. ആനയുടെ കാര്യത്തിൽ നിനക്ക് ഇത്ര ശ്രദ്ധയുണ്ടെങ്കിൽ നീ ഇങ്ങനെയൊന്നും ചെയ്യില്ല എല്ലി എന്ന് പറഞ്ഞ് വീണ്ടും ആ ഒരു പ്രശ്നത്തിന്റെ കാര്യമാണ് ഇയാൾ പറയുന്നത്. ഇതേ സമയം ഇപ്പുറത്തെ പാരിസ് ആണെങ്കിൽ കൊച്ചിനെ എടുത്തിട്ട് ഓടി ഓടി വരുക. അങ്ങനെ ഇവര് ഓടി ഒരു പോയിന്റ് കഴിയുമ്പോഴാണ് അവിടെ ദൂരത്തായിട്ട് ആ ഒരു ഡാം കെട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യം അവൻ കാണുന്നത്. സോ ഇപ്പോഴാണ് ആ ഡാമേ കെട്ടാൻ തുടങ്ങിയിരിക്കുന്നത്. ഇവനുള്ള ടൈം എന്ന് പറയുന്നത് ആ ഡാം കെട്ടി അതിന്റെ മുകളിൽ പാലം കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇങ്ങനെ ഒരു ഡാം കെട്ടാൻ വേണ്ടി ഇവർ ആ ഒരു പാറയെല്ലാം പൊട്ടിക്കുമ്പോൾ ഡും ഡും എന്ന് പറയുന്ന ആ ഒരു ശബ്ദം ഉണ്ടല്ലോ, ആ ശബ്ദമാണ് നമ്മൾ ഇതിനു മുമ്പ് കേട്ടോണ്ടിരുന്നത്. ഈ കാര്യങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടാണ് ഇവൻ തിരിച്ചറിയുന്നത്. അപ്പോഴാണ് ദൂരത്തായിട്ട് വലിയൊരു വണ്ടി പോകുന്നത് കാണുന്നത്. ഇവൻ ഓടി ചെന്ന് പ്ലീസ് ഹെൽപ്പ് ഹെൽപ്പ് എന്ന് പറഞ്ഞ് ചെന്നിട്ട് ഈ കൊച്ചിനെ അവരുടെ കയ്യിലോട്ട് കൊടുക്കുന്നു. കുട്ടിയുടെ ദേഹത്ത് എന്തോ ഒരു കമ്പ് കുത്തി കയറിയിട്ടുണ്ട്, പ്ലീസ് അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് വേഗം കൊണ്ടുപോകൂ എന്ന് പറഞ്ഞിട്ട് അവരോട് ഹെൽപ്പ് ചോദിക്കുന്നു. അവരും കൊച്ചിനെ എടുത്ത് വണ്ടിയിൽ വെക്കുന്ന സമയത്താണ് ഇവൻ ചോദിക്കുന്നത്, സർ ഈ സ്ഥലത്തിന്റെ പേര് കാഡോ എന്നാണോ? അതേലോ മോനെ, കാഡോ തന്നെയാണ് സർ. വർഷം ഏതാ വർഷം ഇത്? അവരൊരു കൺഫ്യൂസ് ലുക്കിൽ ഇത് 1952 എന്തേ? സോ ബാക്കിലോട്ട് വന്നു, പക്ഷെ ഒരുപാട് ബാക്കിലോട്ട് വന്നു എന്ന് പറയുന്ന കാര്യം അവൻ തിരിച്ചറിയുന്നു. ബട്ട് ഇപ്പൊ അവർക്ക് ഇവന്റെ മേലെ സംശയം, നീ എവിടുന്ന്, നിന്റെ പേരെന്താ, ഈ കൊച്ചിന് നിനക്ക് എവിടുന്ന് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ഓരോ ചോദ്യങ്ങൾ. ഇനി നിന്നാ പണയാമെന്ന് മനസ്സിലാക്കി ഇവനാവട്ടെ വേഗം തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. അങ്ങനെ ഓടി ഓടി ഉള്ളിലോട്ട് വന്ന ശേഷമാണ് അവൻ ആ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്ന അവന്റെ ആ ഒരു ഗ്രാഫ് നോക്കുന്നത്. അതിൽ 1947 മുതൽ 52 വരെ ഭയങ്കരതയും വരൾച്ചയായിരുന്നു ഈ സ്ഥലത്ത്. അതിനെ ഇവർ പിന്നീട് ദി ഗ്രേറ്റ് ഡ്രോട്ട് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ആ വർഷമാണ് ഇവർ ഈ ഒരു ഡ്രാമ കിട്ടിയിട്ട് ആ പിറ്റേ വർഷം തൊട്ടാണ് ആ ഒരു വെള്ളം സംഭരിച്ച് അവിടുത്തെ വെള്ളത്തിന്റെ പ്രശ്നം അവർ സോൾവ് ചെയ്യുന്നത്. യുക്തിബോധത്തിന് ഉൾക്കൊള്ളാൻ പറ്റും എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. ഇവനൊന്നും മനസ്സിലാവുന്നില്ല, അതാണ് പ്രശ്നം. എന്താ ഇപ്പോൾ ചെയ്യേണ്ടത്, എങ്ങനെ തിരിച്ചിനി പോകും ഒന്നും ഇവൻ അറിയുന്നില്ല. ഇവൻ നേരെ നോക്കുമ്പോൾ അവിടെ കുറെ ചെന്നായികളൊക്കെ ഉണ്ട്. ബിക്കോസ് ആ സമയത്ത് അവിടെ ചെന്നായികൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇവിടുത്തെ ഈ ഒരു ചെന്നായിയാണ് അവർ പോലും അറിയാതെ ആ ഒരു ലെയർ കടന്നിട്ട് അവർ വേറെ ടൈമിലോട്ട് വരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ആനയുടെ കൂട്ടുകാരിയും എല്ലിയെല്ലാം ഈ ഒരു ചെന്നായി കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേ സമയം അപ്പുറത്ത് എല്ലി വീണ്ടും നമ്മുടെ ആനയെ തേടിയിട്ട് ഇറങ്ങുകയാണ്. കാരണം അവളുടെ ആനയെ അവൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇവക്ക് ഇനി ഇവളുടെ ടൈം ലൈനിലോട്ട് തിരിച്ചു പോകണം. വീണ്ടും ഒരു സ്ഥലത്ത് വന്ന് ആ ഒരു ബോട്ട് അവിടെ ഇട്ട് അവൾ ഉള്ളിലോട്ട് നടന്നു പോകുമ്പോൾ അവിടെ കുറെ കാലടി പാടൊക്കെ കാണുന്നുണ്ട്. ഇവള് വിചാരിക്കുന്നത് ഇവളുടെ ആണെന്ന് പറഞ്ഞ് അവൾ ഉള്ളിലോട്ട് പോകുന്നു. ആദ്യം ഒരു ലെയർ ക്രോസ് ആവുന്നു, അത് കഴിഞ്ഞ് എന്തോ ഒരു ശബ്ദം പോലെ ഒരു പാട്ട് പോലെ കേൾക്കുന്നുണ്ട്. തുടർന്ന് വേറെ ലെയർ ക്രോസ് ആവുന്നു, അടുത്തൊരു ലെയറും കൂടെ ഇവൾ ക്രോസ് ചെയ്യുന്നു. ഇവക്കൊരു പാട്ട് പോലൊരു ശബ്ദം കേട്ടില്ലായിരുന്നു. ആ പാട്ടെന്ന് പറയുന്നത് അവളുടെ ഫോണിന്റെ റിംഗ് ടോൺ ആയിരുന്നു. സോ അതിനെ ഫോളോ ചെയ്ത് ഇവൾ വന്ന സമയത്ത് അവളുടെ ടൈം ലൈനിലോട്ട് അവൾക്ക് തിരിച്ചു വരാൻ പറ്റി. ഇതേ സമയം ഇപ്പോഴും നമ്മുടെ പാരിസ് ആണെങ്കിലും എന്ത് ചെയ്യുന്ന അറിയാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ അവന്റെ മുമ്പിൽ കൂടെ കുറെ ചിത്രശലഭങ്ങൾ ഇങ്ങനെ പറന്നു പോവുക. അങ്ങനെ പറന്നു പോകുന്ന ഒരു ചിത്രശലഭങ്ങൾ കുറച്ച് കഴിഞ്ഞതും അങ്ങ് കാണാതായി. സോ അവിടെ ഒരു ലെയർ ഉണ്ടെന്ന് ഇവൻ മനസ്സിലാക്കുന്നു. അവിടെ ഡിസപ്പയർ ആയ പൂമ്പാറ്റകൾ പിന്നെ പൊങ്ങുന്നത് നേരെ ഇവളുടെ മുമ്പിലാണ്. ഇവളെ ഫോൺ എടുത്ത് നിൽക്കുമ്പോൾ തന്നെ ഇവളുടെ ഫ്രണ്ടിൽ കൂടെ കുറെ പൂമ്പാറ്റകൾ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ തന്നെ ഡാനിയൽ വിളിക്കാൻ ഇവൾ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ കറക്റ്റായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. കാരണം ലൈന്
കട്ടാവുന്ന പോലെ. എന്നാലും ഞാൻ ഈ സ്ഥലത്തുണ്ട്, ഫൗണ്ട് ഹേഡിലുണ്ട്, പ്ലീസ് ഇങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞ് ഇവള് പറഞ്ഞ് ആ ഫോൺ കട്ടാവുന്നു. എത്രമാത്രം അപ്പുറത്ത് കേട്ടു എന്ന് പറയുന്ന കാര്യമൊന്നും ഇവർക്ക് അറിയത്തില്ല. ഇപ്പോഴാണ് ഈ സ്ഥലത്തിന്റെ പേരെന്താണെന്നുള്ള കാര്യം ഇവൾ ആലോചിക്കുന്നത്. ഫൗണ്ട് ഹേർഡ്. എല്ലി ആദ്യമായിട്ട് ആ ഒരു ചെന്നായ കൂട്ടത്തെ കണ്ടതും അതേപോലെ തന്നെ ആ ഒരു പൂമ്പാറ്റ കൂട്ടത്തെ എല്ലാം കണ്ടത് ഈ സ്ഥലത്ത് വെച്ചിട്ടാണ്. ഈ ഹേർഡ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം HERD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് ആനിമൽസ്, അല്ലെങ്കിൽ കൂട്ടമായിട്ട് നടക്കുന്ന ജന്തുക്കൾ, ക്രിയേച്ചേഴ്സ് എന്ന ഒരു ടേമിൽ വരുന്നുണ്ട്. സോ അന്നയുടെ സ്വഭാവം അറിയുന്ന എല്ലിക്ക് അവൾ അങ്ങനെ എന്തെങ്കിലും കാണുവാണെങ്കിൽ അതിന്റെ പിന്നാലെ പോയിരിക്കും. അങ്ങനെ പോകുമ്പോൾ അവൾ ഒരു പക്ഷേ ഒരു പോർട്ടൽ ത്രൂ വേറൊരു ടൈം ലൈനിൽ എത്തിയിരിക്കാം എന്ന് പറയുന്ന കാര്യം ഇവൾ ഇവിടെ റിയലൈസ് ചെയ്യാണ്. അവൾ ഒട്ടും താമസിക്കാതെ തന്നെ അപ്പം തന്നെ ബോട്ടേ കിടന്ന് ഒരു കയറെടുത്തിട്ട് ആ ബോട്ടയിൽ കെട്ടി അതിനുശേഷം ആ ഒരു കയറും കൊണ്ട് അവൾ ഉള്ളോട്ട് നടക്കാൻ തുടങ്ങി. ഈ കയർ ഇവിടെ ഉള്ളിടത്തോളം കാലം ഇവൾക്ക് തിരിച്ച് ഈ ടൈം ലൈനിലോട്ട് തന്നെ വരാൻ പറ്റും. സോ ഇറ്റ്സ് എ ക്ലെവർ ഐഡിയ ആക്ച്വലി. അങ്ങനെ ഈ കയറും പിടിച്ച് ഇവൾ ഓരോ പോർട്ടലായിട്ട് ഉള്ളോട്ട് കയറി പോകും. ഇതേ സമയം അപ്പുറത്ത് നമ്മുടെ പാരീസ് 1952 നിന്നും തിരിച്ച് അവന്റെ ടൈം ലൈനിലോട്ട് വരാൻ വേണ്ടി അവൻ ശ്രമിക്കുന്നു. അവനും ഈ ഒരു പോർട്ടലെല്ലാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യം അവനും മനസ്സിലായി. അപ്പോൾ ഇതിലൂടെ തന്റെ അമ്മയെ രക്ഷപ്പെടുത്താൻ പറ്റും എന്ന് പറയുന്ന വിശ്വാസത്തിലാണ് ഇവൻ ഇരിക്കുന്നത്. അങ്ങനെ പാരീസ് വരുന്ന സമയത്താണ് എല്ലിയുടെ ആ ഒരു കയറ് പോകുന്നത് ഇവൻ കാണുന്നത്. സോ പാരീസ് അങ്ങനെ പോയി അവസാനം എല്ലിയുടെ ടൈം ലൈനിൽ എത്തിയിരിക്കുകയാണ്. അതായത് 1952 നിന്നും 2022 ആരെ ഈ കയറ് വെച്ചിരിക്കുന്നത്, എങ്ങോട്ടേ കയറ് പോകുന്നത് ഒന്നും അറിയത്തില്ല. അവൻ ആ ഒരു കയറ് ഫോളോ ചെയ്ത് പോകുന്ന സമയത്ത് ആ കയറിന്റെ അറ്റത്ത് ആ ഒരു ബോട്ടുണ്ട്. അവൻ ആ ഒരു ബോട്ട് എടുത്ത് അവിടുന്ന് പോകാൻ ശ്രമിക്കുന്നു. ഇതേ സമയം നമ്മുടെ എല്ലി അവൾ ആ ഒരു പോർട്ടൽ കടന്ന് വേറൊരു ടൈമിൽ എത്തിയപ്പോൾ അവളുടെ മുമ്പിൽ അന്നയുടെ ഒരു ബാഗ് കാണാൻ പറ്റി. അപ്പൊ അന്ന എന്തായാലും ഇവിടെ വന്നിട്ടുണ്ട് എന്ന വിശ്വാസത്തിൽ ഇവൾ അവളെ തേടി ഇറങ്ങുന്നു. തുടർന്ന് അടുത്തുണ്ടായിരുന്ന സൂപ്പർ മാർക്കറ്റിൽ കയറി അന്നയുടെ ഫോട്ടോ കാണിച്ച് ഈ കുട്ടിയോടെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് അവൾ അന്വേഷിക്കുന്നു. ബട്ട് അവിടെയുള്ള ആരും തന്നെ അന്നയെ കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നു പറഞ്ഞ് നമ്മൾ സൂപ്പർ മാർക്കറ്റ് വിട്ട് വെളിയിലോട്ട് വരുന്ന സമയത്താണ് അവിടെ പാർക്കിങ്ങിൽ വെച്ചിരിക്കുന്ന ഒരു കാറിന്റെ ഉള്ളിൽ ഈ ഒരു നെക്ലസ് ഇവൾ കാണുന്നത്. അന്നയുടെ കയ്യിൽ അവൾ കണ്ടത് സെയിം പെൻഡന്റ് ഉള്ള അതേ നെക്ലസ് ആണത്. ഇല്ല അപ്പോൾ തന്നെ കാർ വന്നിട്ട് ആ നെക്ലസ് പുറത്തെടുക്കുന്നു. അപ്പോൾ ബാക്കി നിന്ന് ആരാ നീ, എന്തിനാ എന്റെ വണ്ടി ഓർക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഒരു ചോദ്യം. അവൾ പെട്ടെന്ന് തിരിഞ്ഞതും ആ കാറിൽ നിന്ന് കുറച്ച് പേപ്പേഴ്സ് എല്ലാം വെളിയിലോട്ട് പോകുന്നു. നോക്കുമ്പോൾ ആരാണ്? സി ആണ്. ഓ നിന്റെ കാറാണല്ലേ, എവിടുന്നാണ് ഈ നെക്ലസ് കിട്ടിയെന്ന് പറഞ്ഞ് എല്ലി ചാടി കയറുന്നു. എന്റെ വണ്ടി കയറി ആ നെക്ലസ് എടുക്കാൻ നീ ആരാടി എന്ന് പറഞ്ഞിട്ട് സി വഴക്കുണ്ടാക്കുന്നു. ഇതെന്റെ അനീത്തിയുടെ നെക്ലസ്, ഇതെങ്ങനെ നിന്റെ വണ്ടി വന്നു? അനീത്തിയോ? ഏത് അനീത്തി? ഇതെന്റെ ബോയ് ഫ്രണ്ട് അമ്മയുടെ നെക്ലസ്, അവൻ എനിക്ക് തന്ന നെക്ലസ്. രണ്ടുപേരും വിട്ടുകൊടുക്കുന്നില്ല, അടിയാവുകയാണ്. അപ്പൊ സി നമ്മുടെ എല്ലിയുടെ മോന്ത അങ്ങ് മാന്തി വിടുന്നുണ്ട്. അപ്പൊ തന്നെ ആൾക്കാരും കൂടുന്നുണ്ട്. ഇവർ രണ്ടുപേരും പിടിച്ചു മാറ്റുന്നു. താഴെ ഫ്ലൈറിൽ കിടക്കുന്നില്ല ഒരു മനുഷ്യൻ, അയാളെ കാണാതാകുന്നതിന് മുമ്പ് അയാളുടെ അമ്മയുടേതാണെന്ന് പറഞ്ഞ് എനിക്ക് തന്ന സാധനം അത്, എനിക്ക് അതിനെപ്പറ്റി കൂടുതലൊന്നും അറിയത്തില്ല, പ്ലീസ് അതെനിക്ക് തിരിച്ചു. അപ്പോൾ അവൾ താഴത്തെ പേപ്പർ എടുത്ത് നോക്കുമ്പോഴാണ് അവിടെ നമ്മുടെ പാരീസിന്റെ ഫോട്ടോ, അതായത് നമ്മുടെ എല്ലിയുടെ അച്ഛന്റെ ഫോട്ടോ. അതും പോരാത്തതിന് സിയുടെ കയ്യിലായിട്ട് ഒരു കൊച്ചു കുഞ്ഞുണ്ട്. ഈ ബഹളം എല്ലാം കേട്ടപ്പോൾ കൊച്ചു കിടന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ വേഗം തന്നെ സി കൊച്ചിനെ എടുത്തിട്ട് പേടിക്കണ്ട ഇല്ല, ഒന്നുമില്ല, സാരില്ല എന്ന് പറഞ്ഞ് സമാനപ്പെടുത്തും. ഇതങ്ങ് കേട്ടതും നമ്മുടെ എല്ലിയുടെ അടപ്പ് തെറിക്കുകയാണ്. ബിക്കോസ് ആ നിൽക്കുന്നത് സി എന്ന് പറയുന്നത് ഇവളുടെ അമ്മയായിട്ടുള്ള സെലസ്റ്റ് ആണ്. ആ കൈക്കുഞ്ഞെന്ന് പറയുന്നത് ഈ നിൽക്കുന്ന എല്ലിയും, ഫോട്ടോയിലുള്ളത് കഴിഞ്ഞ 2 കൊല്ലമായിട്ട് കാണാതായിരിക്കുന്ന ഇവളുടെ അച്ഛനായിട്ടുള്ള പാരീസും. സോ എല്ലി ഇപ്പോൾ ഉള്ള ടൈം ലൈൻ എന്ന് പറയുന്നത് 2005 പാരീസ് ഇപ്പോൾ കാണാതായിട്ട് ഏതാണ്ട് 2 വർഷമായിരിക്കുകയാണ്. ഇവിടെ നോക്ക്, നീ ആരാ എന്താണെന്ന് എനിക്കറിയത്തില്ല, നിനക്ക് പാരീസിനെ അറിയുമെങ്കിൽ അവനോട് ദയവ് തിരിച്ചു വരാൻ പറ, നമുക്കൊരു കുഞ്ഞുണ്ടായിട്ടുണ്ട്, അവനോട് ഒന്ന് കാണാൻ പറ, പ്ലീസ് ദയവ് ഇത് പറയോ എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ ഇവൾക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ അവൾ അപ്പം തന്നെ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. എല്ലിയോട് ഇവളുടെ അമ്മ ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നിന്റെ അച്ഛൻ കാണാതായതല്ല, വേറൊരു പെണ്ണിൻ്റെ കൂടെ പോയതാ, അവളെ നമ്മൾ കണ്ടിട്ടുമുണ്ട്, വഴക്കും കൂടിയിട്ടുണ്ട്, അന്ന് നീ കൈക്കുഞ്ഞ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ സംഭവിച്ച ആ പെണ്ണെന്ന് പറയുന്നത് വേറെ ആരുമല്ല, എല്ലിയാണ്. ഇതും അതുകൂടാതെ പാരീസിന്റെ അമ്മയാണ് അന്ന ലാങ് എന്ന് പറയുന്ന വിഷയവും ഇവൾ തിരിച്ചറിയാണ്. ഇവൾക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിയെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി തൊട്ടടുത്തുള്ള ഒരു ഇന്റർനെറ്റ് കഫേയിലോട്ട് ഇവൾ കയറി ചെല്ലുന്നു. തുടർന്ന് അതിൽ സെർച്ച് ചെയ്ത് നോക്കുകയാണ് അന്നയെ പറ്റി. അന്ന ബെന്നറ്റ് എന്ന് അടിച്ചപ്പോൾ കിട്ടുന്നില്ല, പകരം അന്ന ലാങ് എന്ന് അടിച്ചപ്പോഴാണ് വരുന്നത്. ഒരു ഓബിച്ചറി ന്യൂസ് ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, അതായത് 55-ാം വയസ്സിൽ ഒരു ആക്സിഡന്റിൽ ഈ പറയുന്ന അന്ന ലാങ് മരിച്ചുപോയി എന്ന് പറയുന്ന ഒരു കാര്യം. ഇപ്പോൾ 1999 1999 55 വയസ്സാണെങ്കിൽ 1999 - 55 പ്ലസ് അന്ന കാണാതായ സമയത്തുണ്ടായിരുന്ന അവളുടെ പ്രായം. അപ്പോൾ അവൾ കിട്ടിയ വർഷമായിരുന്നു 1952. എന്നിട്ട് എല്ലി 1952 ഒരു സ്കൂൾ രജിസ്ട്രി എല്ലാം എടുത്ത് നോക്കുകയാണ്. അതിനകത്ത് അന്നയുടെ പേരുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടി. അങ്ങനെ അവൾ നോക്കുമ്പോൾ അന്ന ചെറുപ്പത്തിൽ കാണാതായപ്പോൾ അവൾ എങ്ങനെയിരുന്നു അതേ രീതിയിൽ ഒരു കുട്ടി അതിനകത്ത് ഒരു ഗ്രൂപ്പ് ഫോട്ടോയിലുണ്ട്. അവളുടെ പേരിലൊരു മാറ്റം വന്നിട്ടുണ്ട്, കാരണം അവളെ വേറൊരാൾ അഡോപ്റ്റ് ചെയ്തു. സോ അന്ന ബെന്നറ്റ് എന്ന അവളുടെ ശരിക്കുള്ള പേരിൽ നിന്നും അന്ന ബെന്നറ്റ് റീഡ് എന്ന പേരിലോട്ട് അവൾ മാറി. ശേഷം അന്നയുടെ ആ ഒരു ഓർബിച്ചറി ആർട്ടിക്കിളിൽ പഴയ ഒരുപാട് ഫോട്ടോസ് എല്ലാം അവർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഓരോന്നോരോന്നായിട്ട് എല്ലി ഇങ്ങനെ നോക്കുവാണ്. ഓരോ വർഷവും തന്റെ അനീതിയായിട്ടുള്ള അന്ന ഇങ്ങനെ വളർന്നു വരുന്നത് അവളുടെ കൺമുമ്പിൽ ഇങ്ങനെ സ്ക്രീനിൽ പൊക്കോണ്ടിരിക്കുകയാണ്. സ്കൂൾ കഴിയുന്നു, കോളേജ് കഴിയുന്നു, അവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ബെഞ്ചമിൻ ലാങ്ങിനെ കല്യാണം കഴിക്കുന്നു. അവർ രണ്ടുപേർക്കും ഒരു കുട്ടി ജനിക്കുകയാണ്, പാരീസ്. ചെറുപ്പത്തിൽ പാരീസും അന്നയുമായി ഉണ്ടായിരുന്ന ഫോട്ടോസ്. എല്ലാറ്റിനോടും ക്യൂരിയോസിറ്റി കൂടുതലുണ്ടായിരുന്ന നമ്മുടെ അന്ന ഒരു ടീച്ചറായിട്ടാണ് മാറിയത്. ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചും ഒരുപാട് കഥകൾ പറഞ്ഞും ആ ഒരു ഓർബിച്ചറായിട്ടുള്ള ഒരു പ്രധാന കാര്യമുണ്ട്, ഷീസ് ദ ബെസ്റ്റ് സ്റ്റോറി ടെല്ലർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതെല്ലാം കണ്ടപ്പോൾ എല്ലിക്ക് ഒരേ സമയം സങ്കടവും സന്തോഷവും വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് സ്ക്രീനിൽ ഒരു ബോക്സ് വരുന്നുണ്ട്, യുവർ സെഷൻ ഹാസ് എക്സ്പയർഡ്, നീഡ് മോർ ടൈം എന്നൊരു ചോദ്യം. സോ ടൈം ഈസ് റണ്ണിങ് ഔട്ട് ആൻഡ് വി ഓൾവേസ് നീഡ് മോർ ടൈം എന്ന് പറയുന്ന കാര്യം അവളും നമ്മളും തിരിച്ചറിയാണ്. അപ്പോൾ തന്നെ അന്നയുടെ ഒരു പഴയ ഒരു ഗ്രൂപ്പ് ഫോട്ടോയും പ്രിന്റ് എടുത്തിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങുന്നു. ഇതേ സമയം പാരീസ് എല്ലിയുടെ ബോട്ടുമായിട്ട് പോകുന്ന സമയത്ത് അവിടെ പോലീസ് വരുന്നു. സർ നിങ്ങളുടെ ബോട്ടാണോ, എന്താ നിങ്ങളുടെ പേര് എന്ന് പറഞ്ഞ് ചോദ്യങ്ങൾ ചോദിക്കുന്നു. കാരണം അവനെ ഓടിക്കുന്ന കാണാതായ എല്ലിയുടെ ബോട്ടാണെന്ന് അവർക്ക് മനസ്സിലായി. വന്ന പോലീസുകാർക്ക് വിശദീകരണം കൊടുക്കാനുള്ള സമയം ഇവനില്ലാത്തതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് അവരുടെ രക്ഷപ്പെടാൻ നോക്കുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ബോട്ട് കൺട്രോൾ വിട്ട് മറിഞ്ഞ് അവൻ പോലീസ് പിടിയിൽപ്പെടുന്നു. സോ പോലീസിന്റെ കാഴ്ചപ്പാടിൽ അന്നയുടെയും എല്ലിയുടെയും മിസ്സിങ്ങിനെ പ്രധാന കുറ്റവാളിയായിട്ട് സസ്പെക്ട് ആയിട്ട്
നിൽക്കുന്നത് പാരിസ് ആണ്. അവനാണെങ്കിൽ പിള്ളേര് കാണാതായതുമായിട്ട് ഒരു ധാരണയില്ല. പോലീസ് പറയുമ്പോഴാണ് ഈ വിഷയത്തിനെ പറ്റിയെല്ലാം ഇവനും അറിയുന്നത്. തുടർന്ന് ന്യൂസിലാണ് അന്ന ബെനറ്റ് എന്ന് പറയുന്ന 8 വയസ്സുള്ള കുട്ടിയെ മിസ്സിംഗ് ആണ് എന്ന രീതിയിൽ ആ ഒരു ന്യൂസ് എല്ലാം കാണിക്കുന്നത്. ഇത് കാണുമ്പോഴാണ് പാരിസ് റിയലൈസ് ചെയ്യുന്നത് ഇവന്റെ അമ്മ തന്നെയാണ് ആ ഒരു 8 വയസ്സുള്ള കുട്ടി എന്ന് പറയുന്ന കാര്യം. ഇതെല്ലാം കൂടെ പ്രോസസ് ചെയ്യാൻ വേണ്ടി അവൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ബട്ട് അൺഫോർച്യുനേറ്റ്ലി കാലം വേണ്ടത്ര ടൈം അവന് കൊടുത്തില്ല. വലിയൊരു മഴ വരുന്നു. കൂടാതെ ന്യൂസിൽ വലിയൊരു സ്റ്റോം വരാൻ പോവാണ്. അത് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ ഒരു ഡാം ഇടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ന്യൂസിൽ പറയുന്നുണ്ട്. പോർട്ടൽ ഓപ്പൺ ആവുന്നത് ലേക്കിൽ വാട്ടർ ലെവൽ കുറയുമ്പോൾ മാത്രമാണ്. ഇനി ഈ ഒരു മഴയത്ത് വെള്ളം കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു ഡാമെങ്ങാനും പൊട്ടിക്കഴിഞ്ഞാൽ തീർന്ന് പോർട്ടൽ കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്യും. അടുത്തൊന്നും ഒരിക്കലും അവന്റെ ടൈം ലൈനിലോട്ട് തിരിച്ചു പോകാൻ പറ്റത്തില്ല. സോ വിഷയത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാവുന്ന പാരിസ് എങ്ങനെയെങ്കിലും ഇവിടുന്ന് ചാടണം തീരുമാനിക്കുകയാണ്. ബട്ട് അങ്ങനെ അങ്ങ് ചാടാൻ പറ്റത്തില്ല, കാരണം പോലീസ് കസ്റ്റഡിയിലല്ലേ. അപ്പോൾ അവൻ സാറിനോട് നൈസായിട്ട് സാർ എനിക്കൊന്നും മുള്ളാൻ പോകണം, ഒന്ന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് റെസ്റ്റ് റൂമിൽ പോകണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെടുന്നു. മുള്ളാനല്ലേ പോകാമെന്ന് പറഞ്ഞ് പോലീസുകാർ കൊണ്ടുപോകുമ്പോൾ അവരെ തട്ടി മറിച്ചിട്ടിട്ട് അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാൻ നോക്കുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ ചാടാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ഒരു നേഴ്സ് നമ്മുടെ മിസ്റ്റർ ബെൻ ലാങ്ങിന് കറക്റ്റായിട്ട് മെഡിസിൻസ് പോയായിരുന്നല്ലോ അല്ലേ എന്നൊരു സംസാരം. ആരാണ്? ഇവന്റെ അച്ഛനായിട്ടുള്ള ബെഞ്ചമിൻ ലാങ് ആണ് അവിടെ വെന്റിലേറ്ററിൽ കിടക്കുന്നത്. സോ സ്റ്റാർട്ടിങ്ങിലേക്ക് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ പുള്ളിക്ക് ബ്രീതിങ് ഇഷ്യൂ എല്ലാം വന്നിട്ട് ഒരു ട്യൂബെല്ലാം മൂക്കിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല. സോ പുള്ളി തീരെ വയ്യ. ഇപ്പോൾ വെന്റിലേറ്ററിന്റെ സഹായത്തോട് മാത്രമാണ് പുള്ളി ഇപ്പോൾ ജീവനോട് ഇരിക്കുന്നത് പോലും. പാരിസ് തന്റെ അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് ഉള്ളിൽ കയറി സംസാരിക്കുകയാണ്. പാരിസിനെ കണ്ടതും ബെന്നിന് അപ്പം തന്നെ മനസ്സിലായി. പക്ഷേ ഇത് സത്യമാണോ അല്ലയോ എന്നൊന്നും അതിനറിയുന്നില്ല. കാരണം സ്വന്തം മകൻ കാണാതായിട്ട് 10-20 വർഷമായി. ഇപ്പോഴാണ് അവൻ അന്ന് കാണാതായ അതേ രൂപത്തിൽ വീണ്ടും കാണുന്നത്. അയാൾ എന്തെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക, അയാൾക്കൊന്നും അറിയത്തില്ലല്ലോ. ഇവൻ അതിനൊന്നും വിശദീകരണം കൊടുക്കാതെ നേരെ അച്ഛനോട് അച്ഛൻ ഞാൻ അമ്മയെ രക്ഷപ്പെടുത്തി. അമ്മയ്ക്ക് ഈ സീഷർ വരുന്നതിനൊക്കെ ഒരു കാരണം ഉണ്ടായിരുന്നു, അല്ലാതെ അമ്മയ്ക്ക് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. ഞാനത് കണ്ടുപിടിച്ചു, അമ്മയെ ഞാൻ രക്ഷപ്പെടുത്തി എന്നെല്ലാം ഇവൻ അച്ഛനോട്. ഇങ്ങനെ സ്വന്തം മകൻ ഈ ഒരു വിഷയം വന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് എന്തോ ഒരു പ്രത്യേക സമാധാനം കിട്ടിയ പോലെ. അപ്പോഴേക്കും പോലീസ് അവിടേക്ക് വരുന്നു. പോലീസിനെ രക്ഷപ്പെട്ട് അവനെ ഹോസ്പിറ്റലിൽ വിട്ട് ചാടി ഇറങ്ങുന്നു. നല്ല മഴയും പെയ്യുന്നുണ്ട്. പെട്ടെന്ന് ഓപ്പോസിറ്റ് വന്ന ആ ഒരു കാറിനെ തടഞ്ഞു നിർത്തി അതിലുള്ള ആൾക്കാരെ പുറത്തിറക്കിയിട്ട് അവൻ ആ കാർ എടുത്തിട്ട് പോകുന്നു. ആൻഡ് ഗസ് വാട്ട്, ആ വണ്ടിയിൽ ഉണ്ടായിരുന്നത് നമ്മുടെ ഡാനിയലും സെലസ്റ്റും ആയിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ പാരിസിനെ അതേ രൂപത്തിൽ തിരിച്ചു കണ്ടതും സെലസ്റ്റ് അവിടെ ഇങ്ങനെ സ്തംഭിച്ച് നിന്ന് പോകും. ഐ ആം ഷുവർ ഹിയർ മൈൻഡ് വാസ് ലൈക്ക് വാട്ട് ദ ഫക്ക്. പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഫാമിലി ട്രീ ആരോപിക്കുന്ന പലരുടെ അവസ്ഥ ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ്. എനിവേ കാറുകൊണ്ട് അധിക ദൂരം അവന് പോകാൻ പറ്റിയില്ല, കാരണം അപ്പം തന്നെ പോലീസ് വളഞ്ഞു കഴിഞ്ഞു. ഡാമിൽ കയറിയതും അപ്പുറത്തും ഇപ്പുറത്തും പോലീസ് അവനെ വളഞ്ഞു. വേറൊരു വഴിയും കാണാതെ പാരിസ് അപ്പം തന്നെ ആ ഒരു ഡാമിൽ നിന്ന് എടുത്ത് ചാടി. എന്ത് പറയണമെന്നറിയില്ല, ഇവൻ ചാടേണ്ട താമസം. ഇങ്ങനെ ഡാം കൂട്ടി ഫുൾ വെള്ളവും വെളിയിലോട്ട് വന്നിട്ട് പാരിസിന്റെ തല കല്ല് ചെന്ന് ഇടിച്ചിട്ട് അവൻ അവിടെ വെച്ച് തന്നെ മരിച്ചു പോവാണ്. ഇതേ സമയം അപ്പുറത്ത് എല്ലി നമ്മുടെ അന്നയുടെ ആ ഒരു ഫോട്ടോയും എടുത്തിട്ട് അവൾ തിരിച്ച് അവളുടെ ആ ഒരു ടൈം ലൈനിലൂടെ തിരിച്ചു വരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ത്രൂ അവൾ ആ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കയറിലൂടെ ആ കയറും പിടിച്ച് അവൾ മെല്ലെ മെല്ലെ ആ ഒരു ബോട്ടിന്റെ അടുത്തോട്ട് വരുന്നു. എന്നാൽ ഇവൾ വന്ന് നോക്കുന്ന സമയത്ത് അവിടെ ബോട്ടൊന്നും കാണാനില്ല, കാരണം ആ ബോട്ടാണ് നമ്മുടെ പാരിസ് എടുത്തുകൊണ്ട് പോയത്. അപ്പോഴായിരുന്നു കറക്റ്റായിട്ട് ആ ഒരു ഡാം പൊട്ടി വെള്ളം മൊത്തം ഈ ഒരു കാഡോ ലേക്കിലേക്ക് തറച്ചങ്ങ് കയറുന്നത്. അങ്ങനെ വാട്ടർ ലെവൽ കൂടിയ സമയത്ത് ആ ഒരു പോർട്ടലും അടയാണ്. ആ അടയുന്ന സമയത്ത് ആ കയറ് കറക്റ്റായിട്ട് മുറിഞ്ഞു പോകുന്നുണ്ട്. ജസ്റ്റ് ലൈക്ക് നമ്മൾ പടത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു ക്രൊക്കഡൈലിനെ ആ ഒരു സ്ലൈസ് ചെയ്ത പോലെ ഒരു പെർഫെക്റ്റ് കട്ടിങ് വന്നിട്ടുണ്ടായിരുന്നല്ലോ, അതേപോലെ. സോ ബേസിക്കലി ഈ ഒരു പോർട്ടൽ ക്ലോസ് ആവുന്ന സമയത്ത് ആ ഒരു ഫിസിക്കലായിട്ട് എന്ത് അതിൻ്റെ ഇടയിലുണ്ടോ അതിനെയെല്ലാം അത് സെവർ ചെയ്തിട്ടാണ് ആ ഒരു പോർട്ടൽ ക്ലോസ് ആവുന്നത്. ഈ പോർട്ടൽ വർക്കിംഗ് ഞാൻ കുറച്ച് പറയാനുണ്ട്, അത് ഞാൻ ലാസ്റ്റിലോട്ട് വരാം. അപ്പോഴേക്കും എല്ലി അന്വേഷിച്ച് ഡാനിയൽ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഡാനിയലിനെ കണ്ടതും എല്ലിയും ഭയങ്കര സന്തോഷമാവുകയാണ്. സ്വന്തം മകൾക്ക് പുറമെ എല്ലിയെ കൂടെ നഷ്ടപ്പെടാൻ ഇയാൾ തയ്യാറല്ലായിരുന്നു. അപ്പോഴാണ് എല്ലി പറയുന്നത് ഈ സ്ഥലം പ്രകൃതി ഉണ്ടാക്കിയത്. ഡാനിയൽ ഞാൻ അന്ന് പറഞ്ഞ് തിരിച്ചെടുക്കുന്നു, നമ്മൾ ഫാമിലിയാണ്. ത്രൂ അന്ന, ഞാനും നിങ്ങളും എൻ്റെ അമ്മയും എല്ലാവരും. അന്ന അവൾക്കൊരു കുഴപ്പമില്ല, അവൾ ഓക്കെയാണ്, എനിക്കറിയാതെ വി ആർ ഫാമിലി എന്ന് പറഞ്ഞിട്ട് ഡാനിയലിനെ എല്ലി സമാധാനപ്പെടുത്തുന്നു. എന്താ ശരിക്കും സംഭവിച്ചതെന്ന് പറയുന്ന കാര്യം എല്ലിക്ക് മനസ്സിലായി. ഡാനിയൽ മാനസികമായിട്ട് വീക്കാണ്, കാരണം മകളെ കാണാതായി. സെലസ്റ്റ് ആണെങ്കിൽ റൈറ്റ് മൈൻഡിലല്ല ഉള്ളത്. എല്ലി ഇങ്ങനെയും പോയി. അയാൾക്ക് പ്രിയപ്പെട്ട ഒരാൾ ഒരു കുഴപ്പമില്ല, നമ്മൾ ഫാമിലി ആണെന്നൊക്കെ പറയുമ്പോൾ അയാളും ഒന്ന് സമാധാനപ്പെടുന്നു. തിരിച്ച് വീട്ടിൽ വരുന്ന എല്ലി കാണുന്നത് ഞെട്ടിത്തിരിച്ചിരിക്കുന്ന സെലസ്റ്റീനാണ്. കാരണം ഇവളുടെ അച്ഛനെ പോലെ തോന്നിക്കുന്ന ഒരാളാണ് ഈ ഒരു സസ്പെക്ട് എന്നും അയാൾ ഡാമിൽ ചാടി മരിച്ചുപോയെന്ന് പറയുന്ന വിഷയം എല്ലാം അറിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ തൻ്റെ അച്ഛനും ഈ ഒരു പോർട്ടലിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും ഇതിൻ്റെ ഇടയിൽ പെട്ടുപോയതാണെന്നും എല്ലി തിരിച്ചറിയുന്നുണ്ട്. തുടർന്ന് സെലസ്റ്റിന്റെ അടുത്ത് വരുന്ന ഇവള്, അമ്മ അവരാരും നമ്മൾ ഉപേക്ഷിച്ചിട്ട് പോയതല്ല, ദേ ഡിഡ്ന്റ് മീൻ ടു ലീവ് us, അതങ്ങനെ സംഭവിക്കണമായിരുന്നു, അതങ്ങനെ സംഭവിച്ചു എന്നും പറഞ്ഞിട്ട് അന്നയുടെ ആ ഒരു പഴയ ഫോട്ടോ ഈ ഒരു സെലസ്റ്റിനെ കാണിച്ചു കൊടുക്കുന്നു. 1952 എടുത്ത ആ ഒരു ഗ്രൂപ്പ് ഫോട്ടോയിൽ അന്നയുടെ ആ ഒരു പഴയ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇന്നതൊക്കെയാണ് സംഭവിച്ചത് എന്ന് പറയുന്ന കാര്യമെല്ലാം എടുത്തു പറയുവാണ്. അപ്പോഴാണ് സെലസ്റ്റ് നമ്മുടെ ഈ പറയുന്ന എല്ലിയുടെ മുഖത്ത് നോക്കുന്നത്. അവളുടെ മുഖത്തൊരു മാന്തിയ പാടുണ്ടായിരുന്നു. താൻ തെറ്റിദ്ധരിച്ച് വഴക്കുണ്ടാക്കി മാന്തിയത് സ്വന്തം മകളെയാണെന്നുള്ള കാര്യം അവൾ തിരിച്ചറിയുന്നു. പാരിസിനെ സെലസ്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ അത്രയും ഇഷ്ടപ്പെട്ട ഒരാൾ തന്നെ തൻ്റെ മകളെ ഉപേക്ഷിച്ച് പോയി എന്നറിഞ്ഞപ്പോൾ ആ ഒരു ട്രോമ അവളെ വല്ലാണ്ട് ബാധിക്കുന്നുണ്ട്. പിന്നീട് അവൾ ഒരു ആൽക്കഹോളിക്കായിട്ട് മാറുകയെല്ലാം സംഭവിച്ചു. അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് അവളെ തിരിച്ചു കൊണ്ടുവന്നത് ഡാനിയലായിരുന്നു. അപ്പോൾ ഇത്രയും നാളും തന്നെ അലട്ടിക്കൊണ്ടിരുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു ഉത്തരം കിട്ടിയപ്പോൾ സെലസ്റ്റും സമ്മാനപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു ഷോട്ട് കാണിച്ചിട്ടാണ് ഈ ഒരു പടം അവസാനിക്കുന്നത്. ഒരുപാട് ചോദ്യങ്ങളുണ്ടെന്നറിയാം, നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഉത്തരം പറഞ്ഞു പോകാം. നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ടൈറ്റിൽ കാഡോ ലേക്ക്. ഈ ലേക്കിൻ്റെ ശരിക്കുള്ള പേരും അത് തന്നെയാണ്, കാഡോ ലേക്ക് തന്നെയാണ്. സോ ബേസിക്കലി ഇതിൻ്റെ റൈറ്റേഴ്സ് ഈ ഒരു ലേക്ക് വിസിറ്റ് ചെയ്ത സമയത്ത് അവിടെ കുറച്ച് നാൾ
സ്പെൻഡ് ചെയ്ത് അവിടെ ഇരുന്ന് എഴുതിയ ഒരു കഥയാണത്. ഈ പടത്തിനകത്ത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രധാന ഒരു ക്യാരക്ടറായിട്ട് തന്നെ ഈ ഒരു ലേക്ക് മാറുന്നുണ്ട്. ബിക്കോസ് ഈ ലേക്കാണ് എല്ലാവരെയും കണക്ട് ചെയ്യുന്നത്. ഈ കണക്ഷൻ എന്ന് പറയുന്ന സാധനമാണ് ഈ പടത്തിന്റെ ഒരു കീ തീമായിട്ട് തന്നെ വന്നിരിക്കുന്നത്. ആൻഡ് ഫോർ സം റീസൺ ഇതേ ലേക്കിലാണ് വാട്ടർ ലെവൽ താഴുമ്പോൾ ആ ഒരു മറ്റേ പോർട്ടൽസ് ഓപ്പൺ ആവുന്നത്. ഈ സാമാനങ്ങൾ ഓപ്പൺ ആവുന്നത് കൊണ്ടാണല്ലോ കംപ്ലീറ്റ് വെള്ളം പിടിക്കുന്നത് ഈ പടത്തിനകത്ത് ഓരോരുത്തർ. എന്തിനു വേണ്ടിയാണ് ഈ ഒരു പോർട്ടൽസ് ഓപ്പൺ ആവുന്നത്, എന്താണ് അതിന്റെ ഒരു സോളിഡ് റീസൺ എന്ന് പറഞ്ഞാൽ അവരൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഇതിന്റെ ആ ഒരു പോർട്ടൽസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ അവിടുത്തെ ആ ഒരു വാട്ടർ ലെവൽ കുറയുന്ന സമയത്ത് അവിടെ പോർട്ടൽ ഓപ്പൺ ആവും, പക്ഷെ നമുക്ക് കാണത്തില്ല. ഒരു സം കൈൻഡ് ഓഫ് ഇൻവിസിബിൾ ലെയർ പോലെയാണ് ആ ഒരു പോർട്ടൽ ഉള്ളത്. എവിടെ എക്സാക്റ്റ് ആയിട്ട് വരും എന്ന് പറയുന്ന കാര്യം നമുക്ക് അറിയത്തില്ല. നിങ്ങളൊരു പോർട്ടൽ എൻ്റർ ചെയ്ത് ആ പോർട്ടൽ ത്രൂ നിങ്ങൾ വേറൊരു സ്ഥലത്തിലൂടെ എക്സിറ്റ് ആകുമ്പോഴാണ് നിങ്ങൾ വേറൊരു ടൈം ലൈനിൽ എത്തുന്നത്. ഇവിടെ ഈ ഒരു പോർട്ടൽ എൻ്റർ ആയി അവൾ എത്തിയിരിക്കുന്നത് വേറൊരു ടൈം ലൈൻ അല്ല, പകരം ഒരു സെപ്പറേറ്റ് സ്പേസിലാണ്. ഇറ്റ്സ് എ ജംഗ്ഷൻ ഓഫ് മൾട്ടിപ്പിൾ ടൈം ലൈൻസ്. ആൻഡ് അവിടെ ഇങ്ങനെ ചെതറി കിടക്കുകയായിരിക്കും ഓരോന്നും. നമ്മൾ അതിന്റെ ഉള്ളിൽ നിന്നും ഏത് വഴി പുറത്ത് വരുന്നോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ എത്തിപ്പെടുന്ന ടൈം ലൈൻ. സോ ബേസിക്കലി ഒരു ഫിക്സഡ് ടൈം സോൺ ഇതിനില്ല എന്ന്. ആ ഒരു ഇൻ ബിറ്റ്വീൻ സ്പേസിൽ ഇങ്ങനെ ഒരുപാട് ടൈം ലൈൻ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നടക്കുന്നതുകൊണ്ട് ഏതിൽ വേണമെങ്കിലും നിങ്ങൾ കയറാം, കാരണം നമുക്ക് കാണത്തില്ല. സോ അതുകൊണ്ട് ഭയങ്കര റാൻഡം ആയിരിക്കും നമ്മൾ എത്തിപ്പെടുന്ന ടൈം ലൈൻ. അതുകൊണ്ടാണ് ഈ ഒരു ടൈം ലൈൻ മാറുന്നത് ദിവസത്തെ വ്യത്യാസത്തിലും മാസത്തെ വ്യത്യാസങ്ങളിലും വർഷങ്ങളുടെ വ്യത്യാസത്തിലൊക്കെ. ഈ ടൈം ട്രാവലിങ്ങിന് അവരൊരു ഇൻഡിക്കേഷൻ ആയിട്ട് തന്നിരിക്കുന്നത് സീഷറാണ്. പടത്തിൽ ത്രൂ ഔട്ട് എല്ലിക്കും പാരസിനും ഇടയ്ക്കിടയ്ക്ക് സീഷർ വരുന്ന പോലെ കാണിച്ചിട്ടുണ്ട്, കാരണം അവർ ടൈം ട്രാവൽ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ അന്നയ്ക്ക്, പാരസിന്റെ അമ്മയായിട്ടുള്ള അന്നയ്ക്ക് ഓരോ പ്രാവശ്യം പോർട്ടൽ ഓപ്പൺ ആയപ്പോഴും സീഷർ വന്നിട്ടുണ്ട്. എന്തുകൊണ്ട്? അന്ന ഇടയ്ക്കിടയ്ക്ക് പോയി ടൈം ട്രാവലൊന്നും ചെയ്യാൻ നിന്നിട്ടില്ല. അവൾക്ക് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന അവളുടെ ടൈം ലൈനിലായിരുന്നില്ല ഉണ്ടായിരുന്നത്. അതായത് 2022 എക്സിസ്റ്റ് ചെയ്യേണ്ട അന്ന പിന്നീട് 1952 ചെന്ന് പെടുമായിരുന്നു. അന്ന ബിലോങ് ചെയ്യേണ്ട ടൈം ലൈനിൽ അവൾ ഇല്ലാത്തത് കൊണ്ടാണ് ഓരോ പ്രാവശ്യം പോർട്ടൽ ഓപ്പൺ ആയപ്പോഴും ഇവൾക്ക് ഈ പറയുന്ന സീഷർ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മെഡിക്കലി ട്രീറ്റ് ചെയ്ത് പോയതും ഡയഗ്നോസിസിൽ ഉണ്ടാവാത്തതും. നിങ്ങൾ ഒന്നുകൂടി ഇരുത്തി ചിന്തിച്ചു കഴിഞ്ഞാൽ അന്ന ആക്ച്വലി അവൾ ജനിക്കുന്നതിന്റെ 15 കൊല്ലം മുമ്പേ മരിച്ചു. എങ്ങനെ ഇരിക്കണ്? അതായത് 2022 അന്നയ്ക്ക് 8 വയസ്സാണെങ്കിൽ അവൾ ജനിച്ചത് 2014. പാരസിന്റെ അമ്മയായിട്ടുള്ള അന്ന 1999 കാർ ആക്സിഡന്റിൽ മരിക്കുന്നത്. അതായത് ബേസിക്കലി ജനിക്കുന്നതിന്റെ 15 വർഷം മുമ്പേ പുള്ളിക്കാരത്തി മരിച്ചു. ഇനിയിപ്പോൾ ഇതിൽ ആർക്കൊക്കെ ഉണ്ടായി, ആരുടെ അപ്പന അമ്മയാന്ന് പറയുന്ന കാര്യമല്ല നമുക്കൊന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ പാരസിനും സീക്കും അഥവാ സെലസ്റ്റിനും ഉണ്ടായ കുട്ടിയാണ് എല്ലി. പാരസ് മിസ്സിംഗ് ആയ ശേഷം സെലസ്റ്റ് പിന്നീട് വേറൊരു വിവാഹം കഴിച്ചു. അതായിരുന്നു ഡാനിയൽ. ഡാനിയൽ ആൾറെഡി ഒരു കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയുണ്ട്. ഡാനിയൽ ഡിവോഴ്സ്ഡ് ആണ്. ആളുടെ മുൻ ഭാര്യ ഇപ്പൊ ഫ്ലോറിഡയിലാണ്. അവർക്ക് രണ്ടുപേർക്കും ഒരു കുട്ടി ഉണ്ടായിരുന്നു, അതായിരുന്നു അന്ന. സോ ഇതിലൂടെ തന്നെ എല്ലിയുടെ സ്റ്റെപ്പ് സിസ്റ്റർ ആയിട്ട് അന്ന മാറുകയാണ്. ഇങ്ങനെയുള്ള നമ്മുടെ അന്ന അറിയാണ്ട് ഒരു ദിവസം ചേച്ചിയുടെ പിന്നാലെ പോയ സമയത്ത് പോർട്ടൽ ത്രൂ വേറൊരു ടൈം ലൈനിൽ എത്തിപ്പെടുന്നു. അതായത് 2022 നിന്നും 1952 അവൾ എത്തിപ്പെടുന്നു. അന്ന ചെറിയ കുട്ടിയിൽ അവൾക്ക് ഒന്നും അറിയുന്നില്ല. അവൾ അനാഥാലയിൽ നിന്നും വേറൊരു ഫാമിലി അതേ വർഷം തന്നെ ദത്തെടുക്കുന്നു. അന്ന എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്തു എന്നൊരു കാര്യം എവിടെയും പടത്തിൽ മെൻഷൻ ചെയ്യുന്നില്ല. അവൾക്ക് കഴിഞ്ഞ കാലമെല്ലാം മറന്നുപോയതാണോ, അതൊരു സ്വപ്നം പോലെ അവൾ വിചാരിച്ചോ, എങ്ങനെ അതിനെ അവൾ ഹാൻഡിൽ ചെയ്തു എന്ന് കാണിച്ചിരുന്നെങ്കിൽ ഒന്നുകൂടെ രസം ഉണ്ടായിരുന്നതാണ്. പക്ഷെ അതിനെപ്പറ്റി ഒരു കാര്യവും പടത്തിൽ മെൻഷൻ ചെയ്യുന്നില്ല. അന്നയുടെ ആ ഒരു ലിവിംഗ് മെമ്മോറിയിൽ ആ ഒരു പേജിനകത്ത് ഇവളുടെ ജനനം കാണിച്ചിരിക്കുന്ന 1944 നവംബർ 2 അത് ആരെങ്കിലും അവളെ ഹെൽപ്പ് ചെയ്ത് അങ്ങനെ മാറ്റിയതായിരിക്കാം. ഇങ്ങനെ ആ ഒരു ടൈമിൽ എത്തിപ്പെടുന്ന നമ്മുടെ അന്ന പിന്നീട് ബെഞ്ചമിനെ കണ്ട് അവർ രണ്ടുപേർക്കും ഒരു കുട്ടി ജനിക്കുകയാണ്. അതാണ് പാരസ്. 1972 പാരസ് ജനിക്കുന്നത്. അന്ന പഠിച്ചിറങ്ങിയതും പഠിച്ച സ്കൂളിൽ തന്നെ ടീച്ചറായിട്ടാണ് ജോലിക്ക് കയറുന്നത്. അങ്ങനെ 33 വർഷം ആ ഒരു ടീച്ചറായിട്ട് ജോലി ചെയ്ത് 1999 ആ ഡാമിൽ നിന്നുണ്ടായ ഒരു ആക്സിഡന്റിൽ പുള്ളിക്കാരത്തി മരിച്ചു പോകുന്നു. സോ ബേസിക്കലി അന്ന എല്ലിയുടെ സ്റ്റെപ്പ് സിസ്റ്റർ മാത്രമല്ല, അറ്റ് ദ സെയിം ടൈം ഗ്രാൻഡ് മദർ കൂടെയാണ്. എല്ലിയുടെ അപ്പൻ എന്ന് പറയുന്ന പാരസ് ആണ്. പാരസിന്റെ അമ്മയാരാണ്? അന്ന. സോ എല്ലിയുടെ മുത്തശ്ശിയാണ് അന്ന. അപ്പൊ ഡാനിയൽ എന്റെ ആരുവേ അല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന എല്ലിയുടെ മുതുമുത്തശ്ശനായിട്ട് വരും ഈ പറയുന്ന ഡാനിയൽ. അതേസമയം ഡാനിയൽ പാരസിനെ സംബന്ധിച്ച് മുത്തശ്ശനായിട്ടും അതേപോലെ സ്വന്തം ഗേൾഫ്രണ്ടിന്റെ ഹസ്ബൻഡായിട്ടും. സോ ഫാമിലി നിങ്ങൾക്ക് ഏതാണ്ട് ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനി ഇതിലെ ഈ ഒരു ലൂപ്പ് നിങ്ങൾ മനസ്സിലാക്കാൻ നോക്കുകയാണെങ്കിൽ പറ്റത്തില്ല, ഇല്ല പറ്റൂല. ഇതൊരു കോഷ്യൽ ലൂപ്പാണ്. നോവിക്കോവിന്റെ ഒരു സെൽഫ് കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ ഉണ്ട്. ഒരുപാട് ടൈം ട്രാവൽ സിനിമകളിൽ ഇങ്ങനെ ആവർത്തിക്കുന്ന ഒരു ഐറ്റം ആണത്. വാട്ട് എവർ ഹാപ്പൻഡ്. ഈവൻ ടെനറ്റിൽ പോലും ഉണ്ട് വാട്ട്സ് ഹാപ്പൻഡ്. അതാണ് ആ ഒരു സാധനമാണിത് മൊത്തം. എപ്പം നടന്നു, ആദ്യം നടന്നു എന്നൊക്കെ കണ്ടുപിടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കൂല. അന്നെ ആ ഒരു കാട്ടിൽ നിന്നും പാരസ് 1952 രക്ഷപ്പെടുത്തിയാൽ മാത്രമേ പാരസിന് അമ്മയായിട്ട് അന്ന മാറത്തുള്ളൂ. അന്നെ രക്ഷപ്പെടുത്താൻ അവിടെ പാരസ് വേണമെങ്കിൽ ആദ്യം പാരസ് ഉണ്ടാവണ്ടേ. പാരസ് ഉണ്ടാവണമെങ്കിൽ അന്നേ ബെന്നും കല്യാണം കഴിച്ച് അവർക്കൊരു കുട്ടി ഉണ്ടാവണോ, അതാണ് പാരസ്. പക്ഷേ ഇത് നടക്കുകയാണെങ്കിൽ അന്ന ജീവനോട് ഉണ്ടാവണം. അതിന് 1952 ആ കാട്ടിൽ നിന്ന് കൊണ്ട് രക്ഷപ്പെടുത്തണം. ആര്? പാരസ്. ആ പാരസ് ഉണ്ടാവണമെങ്കിൽ അന്ന വേണം. സോ വാട്ട്സ് ഹാപ്പൻഡ് ഇറ്റ്സ് സപ്പോസ് ടു ഹാപ്പൻ ഇൻ ദ വേ ഇറ്റ് ഹാപ്പൻഡ്. അതിനെ മാറ്റി മറക്കാൻ ആർക്കും പറ്റത്തില്ല, ബിക്കോസ് ഇറ്റ്സ് ഡെസ്റ്റിൻഡ് ടു ഹാപ്പൻ. അങ്ങനെ സംഭവിച്ചാൽ മാത്രമേ എന്നല്ല, അങ്ങനെ സംഭവിക്കൂ. അതാണ് അവസ്ഥ. സോ ആദ്യം ഉണ്ടായി, ഇതിന്റെ തുടക്കം, എങ്ങനെ അതിന്റെ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നടക്കൂല, പറ്റത്തില്ല. ഇനി ആ നെക്ലസ് ഉണ്ടല്ലോ, അതിലേക്ക് നമുക്ക് വരാം. ഒറ്റ നോട്ടത്തിൽ 69 ആയിട്ട് തോന്നുമെങ്കിലും അത് ആക്ച്വലി സ്റ്റാർ സൈൻ ആയിട്ടുള്ള ക്യാൻസറിന്റെ സിമ്പിളാണ്. ഇതിന്റെ
തൊടുക്കോ ഒടുക്കോ എവിടെയാണെന്ന് ഞാൻ ഏതാണ്ടൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. വിച്ച് ഗോസ് ലൈക്ക് 1999 ആ ആക്സിഡന്റ് നടക്കുമ്പോൾ പാരിസിന്റെ അമ്മയുടെ കഴുത്തിൽ ഈ നെക്ലസ് ഉണ്ടായിരുന്നു. അത് അവർ സേഫ് ആയിട്ട് എടുത്ത് വെക്കുന്നുണ്ട്. ഒരെണ്ണായില്ലേ. ഇതേ നെക്ലസ് അവന് ഒരു ദിവസം ഈ പറയുന്ന ലേക്കിൽ പ്രൊപ്പല്ലറിൽ കുടുങ്ങിയിട്ട് അവന് കിട്ടുന്നുണ്ട്. ഈ 2 നെക്ലസും അവൻ സെലസ്റ്റിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടാവണം. കാരണം 2005 എല്ലി അവളെ മീറ്റ് ചെയ്ത സമയത്ത് അവളുടെ കഴുത്തിലും ഒന്നുണ്ട്, കാറിലും ഒന്നുണ്ടായിരുന്നു. അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാരിസ് ആണ് എനിക്ക് തന്നതെന്ന്. ശേഷം എല്ലി വഴക്കുണ്ടാക്കി ആ ഒരു കാറിലുണ്ടായിരുന്ന ഒരു നെക്ലസ് എടുത്തിട്ട് അവൾ പോകുന്നു. ഈ നെക്ലസ് അവൾ തിരിച്ച് അവളുടെ ടൈം ലൈനോട് പോകാൻ വേണ്ടി രക്ഷപ്പെടുന്ന സമയത്ത് അവളുടെ കയ്യിൽ നിന്ന് മിസ്സാവുന്നുണ്ട്. ആ കയറ് പിടിച്ച് പോകുമ്പോൾ ലാസ്റ്റ് ഇങ്ങനെ വീഴുന്ന ഈ നെക്ലസ് ആണ് ആക്ച്വലി ആ ഒരു പ്രൊപ്പല്ലറിൽ കുടുങ്ങി നമ്മുടെ പാരിസിന്റെ കിട്ടുന്നത്. അതെങ്ങനെയെന്നൊരു ചോദ്യം വരും. കാരണം അവൾ 2005 പോകുമ്പോഴല്ലേ അത് പോയത്. അപ്പോൾ 2005 കിടക്കുന്നത് 2003 പാരിസിന് എങ്ങനെ കിട്ടിയെന്ന്. യെസ്, അവൾ 2005 നിന്ന് പോകുമ്പോഴാണ് വീണത്. എന്നാൽ ആ വീണ സ്ഥലം എന്ന് പറയുന്നത് ആ ഒരു ഇൻ ബിറ്റ്വീൻ സ്പേസിലാണ്, ആ ഒരു പോർട്ടൽ 2ന്റെ ഇടയിലുള്ള സ്ഥലത്തിലാണ് വീണത്. സോ അതുകൊണ്ടായിരിക്കും സംഭവം ആ നെക്ലസ് ഈ പറയുന്ന പ്രൊപ്പല്ലറിൽ കുടുങ്ങി നമ്മുടെ പാരിസിന്റെ കിട്ടുന്നത്. ഇനി പാരിസിന്റെ അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന ആ നെക്ലസ് എവിടെ നിന്ന് തുടങ്ങി ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ചെറിയ കുട്ടിയായിട്ടുള്ള അന്നയുണ്ടല്ലോ, അവള് ആദ്യമായിട്ട് ഈ നെക്ലസ് കാണിച്ചു തരുന്നത് എല്ലി ഇത് നോക്ക് ഞാൻ നിന്റെ അമ്മയുടെ ബോക്സിൽ നിന്ന് എടുത്തതാണ് എന്ന് പറഞ്ഞിട്ടാണ് കാണിച്ചു കൊടുക്കുന്നത്. ഇത് മുത്തശ്ശിയുടെ ആയിരുന്നു എന്നാണ് സെലസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നും അവൾ പറയുന്നുണ്ട്. ഈ മുത്തശ്ശി ആരാണ്? ഇവള് തന്നെയാണ്, അന്ന തന്നെയാണ്. സെലസ്റ്റിന്റെ അന്ന് കഴുത്തി കിടന്ന ആ ഒരു നെക്ലസ് അവൾ ഇത്രയും നാൾ സൂക്ഷിച്ച് വെച്ചേക്കായിരുന്നു. അതായിരുന്നു പെട്ടിക്കകത്ത് ഈ കുട്ടിയായിട്ടുള്ള അന്ന എടുക്കുന്നത്. ഈ നെക്ലസ് ഇവളുടെ കയ്യിൽ നിന്ന് മിസ്സായിട്ടില്ല. ഇവള് അവിടുന്ന് ട്രാവൽ ചെയ്ത് 1952 ചെല്ലുമ്പോഴും അവളുടെ കയ്യിൽ ഈ നെക്ലസ് ഉണ്ടായിരുന്നു. അതായിരുന്നു അമ്മ മരിച്ച ശേഷം പാരിസ് എടുത്ത് വെക്കുന്നത്. പിന്നീട് പാരിസിന് 2 കിട്ടുമ്പോൾ ആ 2 ആയിരിക്കണം ഒരു പക്ഷേ ഈ സെലസ്റ്റിന്റെ കയ്യിൽ, സിയുടെ കയ്യിൽ അവൻ കൊടുക്കുന്നത്. ഇതായിരിക്കാം ആ ഒരു നെക്ലസിന്റെ റോഡ് മാപ്പ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഉറപ്പൊന്നും ഇല്ല, ഇങ്ങനെയൊക്കെ ലോജിക്കലി അത് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഏതാണ്ടൊക്കെയോ എന്തൊക്കെയോ മനസ്സിലായില്ലേ? അത് മതി. ഇനി എന്തെങ്കിലും എവിടെയെങ്കിലും ഡൗട്ട് വന്നെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് കണ്ടു നോക്കാം. ഇനി പറ്റിയില്ലെങ്കിൽ താഴെ കമന്റ് ചെയ്ത് ആരെങ്കിലൊക്കെ വന്ന് പറഞ്ഞു തരും തോന്നുന്നു. ഇനി ആരും പറഞ്ഞതില്ലെങ്കിൽ എനിക്ക് അറിയുന്നതാണ്, ഞാനും വന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഈ സിനിമയും മറ്റു വല്ല സീരീസും ആയിട്ടോ നിങ്ങൾക്ക് വല്ല സാദൃശ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രമാണ് കേട്ടോ. അതും ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, യെസ്, ഡാർക്കിന്റെ അച്ചിൽ വാർത്തെടുത്ത് അത്രയും കോംപ്ലിക്കേഷൻ ഇല്ലാത്ത ഒരു സിംപ്ലിസ്റ്റിക് പടമാണ് ഇത്. പക്ഷെ അതൊരു നെഗറ്റീവ് ആസ്പെക്ട് ആയിട്ട് ഞാൻ പറയാൻ ചോദിക്കുകയാണെങ്കിൽ ഒരിക്കലും ഇല്ല. കാരണം കാണുന്ന പ്രേക്ഷകർ ത്രൂ ഔട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട് അവസാനം വരെ. വിച്ച് അപ്പാരന്റ്ലി ഈ പറയുന്ന പല സിനിമകൾക്കും സാധിക്കാതെ പോകുന്നുണ്ട്. ഈ പടം ഞാൻ കണ്ടിട്ട് ഏതാണ്ട് ഒരു കൊല്ലമായി. ഈ വീഡിയോ ചെയ്ത് പകുതി നിർത്തിയിട്ട് മാസങ്ങളായി. എവിടെയെങ്കിലും ശബ്ദത്തിന് വ്യത്യാസം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു ഗ്യാപ്പിന്റെയാണ്. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ. ഓക്കെ, ഞാൻ വരും, ഞാൻ വന്നിരിക്കും, പേടിക്കണ്ട, ഐ വിൽ കം.